ആമേൻ സ്തോത്രം ആമേൻ വാക്കുകളെ ബഹുമാനിച്ച് കർത്താവിന്റെ ദാസന്മാരുടെ വാക്കുകളെ ആമേൻ ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് ആമേൻ സ്തോത്രം രാത്രിയിൽ ആമേൻ കർത്താവിന്റെ വേലയിൽ ആമേൻ ദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ആമേൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ആമേൻ സ്തോത്രം എന്നെ മീറ്റിംഗിലേക്ക് ആമേൻ ക്ഷണിച്ച ആമേൻ സ്തോത്രം സന്തോഷത്തോടെ എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു ജോർജ് ആമേൻ അവരുകളെയും ആമേൻ മറ്റ് ദൈവദാസന്മാരെ എല്ലാവരുടെയും ആരുടെയും പേര് ഇന്ന് രാത്രി പറയുന്നില്ല, എല്ലാവർക്കും വിശേഷമായിട്ടുള്ള നന്ദി ആമേൻ സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. ആമേൻ കർത്താവിന്റെ വേലയിൽ ഒരുമിച്ച് കൈത്താങ്ങൽ കൊടുക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഈ നല്ല ആത്മഭാരത്തിനായി സ്തോത്രം. ഇത് ഒരു അവസാന സീസണാണ്. അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ അവിടെ ഇവിടെയായി ആമേൻ നമ്മൾ കാണുമ്പോൾ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആമേൻ സ്തോത്രം വലിയ ആമേൻ ആകാംക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നവരെ കർത്താവ് നിശ്ചയമായിട്ടും ഇന്ന് രാത്രിയിലും സ്പർശിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാത്രിയിൽ ഒരു ആമേൻ പറഞ്ഞു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ഇത് ഫാസ്റ്റിംഗിന്റെ അവസാന ആമേൻ ദിവസത്തിലേക്ക് എത്തുകയാണ്. എൻ്റെ മലയാള ഭാഷ ശരിയാണെങ്കിൽ ഒരു കലാശക്കൊട്ടിലേക്ക് നമ്മൾ വരികയാണ് അല്ലേ, ഒരു പോസിറ്റീവ്ലി ആമേൻ സ്തോത്രം. ഇത് എൻ്റെ ആമേൻ ടൈംസിലേക്ക് എൻ്റെ ഡേയ്സ് ഓഫ് ഫാസ്റ്റിംഗിലേക്ക് വരികയാണ്. ആമേൻ ഇന്ന് രാത്രിയിൽ സന്തോഷത്തോടെ നിങ്ങളുടെ മുഖത്തൊക്കെ ആമേൻ ഫാസ്റ്റിംഗ് എടുത്ത് ഗൗരവം കൂടിയോ എന്ന് എനിക്കറിയത്തില്ല. ആമേൻ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ഒന്ന് ലൈറ്റൻ ആകേണ്ടത്. സാധാരണ നിങ്ങളുടെ മുഖത്ത് ആ പ്രസരിപ്പും ആ ചിരിയും സന്തോഷവും ദൈവ തേജസ്സും ഇന്ന് രാത്രിയിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ വൈകിട്ടത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ലോക്കൽ ചർച്ചിൽ നിന്ന് നമ്മുടെ ചർച്ചിലെ മെമ്പർ ഒരു ഫാമിലി എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു, പാസ്റ്റർ ഹൈദരാബാദിലുള്ള ചർച്ചിൽ മിനിസ്ട്രി ചെയ്തു, മീറ്റിംഗ് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ, ആമേൻ അപ്ഡേറ്റ് ദുബായിൽ എത്തി, നിങ്ങളുടെ പാസ്റ്ററാണ് ഞങ്ങളോട് ഇന്ന് സംസാരിച്ചത്. ഞാൻ ഇങ്ങനെ പറയായിരുന്നു, വേൾഡ് ഇസ് എ സ്മോൾ വേൾഡ്. ആമേൻ ഒരു കാര്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്യാൻ പറ്റത്തില്ല, ഉടനെ എല്ലാവരും അറിയും. അങ്ങനെ ഒരു സീസണിലാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. പ്രൈസ് ഗാഡ്. ഇന്ന് രാത്രിയിൽ സന്തോഷമുണ്ട്. നിങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളെയും ആമേൻ കുടുംബമായി നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ആമേൻ ഇവിടെ 2 സഭയെ ഞാൻ ശുശ്രൂഷിക്കുന്നു. നമുക്ക് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ ഒരു മലയാളം ആമേൻ ചർച്ചും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ചർച്ച് ആമേൻ CTRR എന്ന ആമേൻ നാമകരണത്തിൽ ചർച്ച് ഓഫ് ദ റിഡീംഡ് റെമനന്റ് എന്ന ഒരു സഭയുടെയും ശുശ്രൂഷയിൽ ഞാൻ ആയിരിക്കുന്നു. നിങ്ങൾക്ക് ചർച്ചിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ www.ctrr.org thectrr.org നിങ്ങൾ പോയാൽ ചർച്ചിന്റെ അപ്ഡേറ്റ്സ് അറിയാം. നിങ്ങൾ തുടർമാനമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുൻപേ 8 വർഷക്കാലം ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്തു. ഞങ്ങൾ ലക്നൌവിൽ ആമേൻ കർത്താവിന്റെ വേലയിലായിരുന്നു. ഇന്ന് നമുക്ക് ഏകദേശം 100-ലധികം സഭകൾ ആമേൻ നോർത്ത് ഇന്ത്യയിൽ ദൈവം തന്നിട്ടുണ്ട്. 80-ലധികം പാസ്റ്റേഴ്സ് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ആമേൻ വിശേഷാൽ നിങ്ങൾ ആ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ആമേൻ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ആഫ്രിക്കയെ പറ്റി ഒരു ബേർഡൻ തന്നിട്ട് ആമേൻ സാംബിയ എന്ന ആമേൻ സ്ഥലത്ത് 2 വർഷങ്ങൾക്ക് മുമ്പേ ദൈവാത്മാവ് ഞങ്ങളെ അയച്ചു. ആമേൻ സ്തോത്രം. ഇന്ന് 5 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏകദേശം 40 സഭകളിൽ ആമേൻ കർത്താവിന്റെ വേലയുടെ ബന്ധത്തിൽ കൈത്താങ്ങൽ കൊടുക്കുവാൻ കർത്താവ് സഹായിക്കുന്നു. ആഫ്രിക്കയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന ദൈവനാമത്തിൽ ആമേൻ ഞാൻ ഓർപ്പിക്കുന്നു. ഇതെല്ലാം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ എന്ന് മനസ്സിലാക്കിയാണ് ഇത് പ്രാർത്ഥനയ്ക്കായി പറയുന്നത്. ദയവായി നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവിന്റെ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. വചനത്തിലേക്ക് ഇന്ന് രാത്രിയിൽ നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ ആവേശം കൂടുമ്പോൾ ഞങ്ങൾ പലപ്പോഴും പലതും പറയാറുണ്ട്. പറഞ്ഞതിൽ ചിലതൊക്കെ നിങ്ങൾ അങ്ങ് സീരിയസ് ആയിട്ട് എടുക്കും. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞു, സമയം തികയുന്നില്ല പാസ്റ്റർ. ഉടനെ എനിക്ക് രാത്രിയിൽ മെസ്സേജ് അയച്ചു, നാളെ 15 മിനിറ്റ് കൂടെ മുമ്പേ കൂട്ടി സ്തോത്രം നൽകി തരും. ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് ഞാൻ ഇറങ്ങും, കാരണം ഇതിന് ശേഷം നമ്മുടെ ലോക്കൽ ചർച്ചിന്റെ മീറ്റിംഗ് ഉണ്ട്. സോ ഇമ്മീഡിയറ്റ്ലി അടുത്ത മീറ്റിംഗിലോട്ട് എനിക്ക് മെർജ് ചെയ്യണം. അതുകൊണ്ട് ദേവദാസൻ നൽകി തന്ന വിലപ്പെട്ട നിമിഷങ്ങൾക്കും സമയത്തിനുമായി ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഇങ്ങനെയാണ് പറഞ്ഞു വന്നത്, ദൈവസഭയെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിലേക്ക് വിളിക്കുന്നു. പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ഇന്ന് രാത്രിയിൽ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയുടെ ആവശ്യകതകളെ പറ്റി പല കാര്യങ്ങൾ നമ്മൾ പറയുണ്ടായി. നമ്മളിൽ പലരും നല്ല നേതാക്കന്മാരാണ്, നമ്മളിൽ പലരും
നല്ല പാസ്റ്റേഴ്സ് ആണ്, നല്ല അപ്പോസ്റ്റൽസ് ആണ്. പലപ്പോഴും ആമേൻ സ്തോത്രം മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ ആമേൻ നമ്മളെ പ്രേരിപ്പിക്കാറുമുണ്ട്. പക്ഷെ സ്വയം പ്രാർത്ഥനകൾ പലപ്പോഴും കുറഞ്ഞു വരുമ്പോൾ ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയാനുള്ളത്, ഗെറ്റ് റെഡി ചർച്ച്, ഗെറ്റ് റെഡി ഇൻ പ്രയർ. പ്രാർത്ഥനയിലോട്ട് കടക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കേൾക്കുന്നവര് മാത്രം ഇന്ന് രാത്രിയിൽ ഒരു ആമേൻ പറഞ്ഞ് ആമേൻ തുടങ്ങട്ടെ. പ്രൈസ് ഗോഡ്. പ്രയർ ഈസ് ദ ഇൻവിറ്റേഷൻ ഓഫ് ഗോഡ്സ് ഇന്റർവെൻഷൻ. ഞാൻ ഈ പറയുന്ന വാക്കുകൾ എഴുതുവാൻ താല്പര്യമുള്ളവർക്ക് എഴുതി തുടങ്ങിക്കൊള്ളുക. ആമേൻ. പ്രാർത്ഥന എന്നത്, പ്രയർ ഈസ് ആൻ ഇൻവിറ്റേഷൻ. കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞു നിർത്തിയത് ഭാഗം അവിടെയാണല്ലോ. ആമേൻ. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ആമേൻ, പ്രാർത്ഥന എന്തെന്ന് തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ആമേൻ സ്തോത്രം ഒരു പ്രേരണ നൽകി തരുന്നു. പ്രാർത്ഥിക്കുന്നത് എന്താണ് പ്രാർത്ഥന, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ആമേൻ പറഞ്ഞു തുടങ്ങിയ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അവിടെ നിന്ന് തന്നെ ആരംഭിക്കുന്നു. ഒരു ആമേൻ റീക്യാപ്പിന് നമുക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ അതിന് ആമേൻ സമയം എടുക്കുന്നില്ല. ഇന്നലെ വന്നവരെല്ലാം ഈ മീറ്റിംഗിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആമേൻ സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞു ആമേൻ നിർത്തിയ വിഷയം ഇതായിരുന്നു, പ്രേയർ ഇസ് ആൻ ഇൻവിറ്റേഷൻ ടു ഗോഡ്. പ്രാർത്ഥന എന്നത് ദൈവത്തെ സ്വാഗതം ചെയ്യുന്നതാണ്. എഴുതുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥന എന്നത് സ്വാഗതം ചെയ്യുന്നതാണെങ്കിൽ ബൈബിൾ സേസ് പ്രേയർ ഇസ് ദ ഇൻവിറ്റേഷൻ ഫോർ ഗോഡ്സ് ഇന്റർവെൻഷൻ. ദൈവപ്രവൃത്തിയുടെ ആരംഭം കുറിക്കുവാൻ, പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ആലോചന പറയുന്നു. When we pray and when we invite God, we actually invite God's intervention. ദൈവപ്രവൃത്തിയുടെ കലവറകളെ തുറക്കുന്ന സമയമാണ് പ്രാർത്ഥന എന്ന ആമേൻ സ്തോത്രം സമയം. സ്തോത്രം. അവിടെ കൂടെ തീർന്നില്ല. When we pray, we invite the unexplainable, the immeasurable and the unseen God. പ്രാർത്ഥനയിൽ ദൈവത്തെ സ്വാഗതം ചെയ്യുക എന്ന് പറയുമ്പോൾ we invite the unexplainable. നമുക്ക് വിശദീകരിക്കുവാൻ കഴിവുള്ള അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ. ആമേൻ. the immeasurable God. ആമേൻ. അളക്കുവാൻ കഴിയുന്ന ദൈവത്തെ. the unseen God. ആമേൻ സ്തോത്രം. കാണപ്പെടുവാൻ കഴിയാത്ത ദൈവത്തെ സ്വാഗതം ചെയ്യുന്നതാണ് പ്രാർത്ഥന എന്നത്. കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞ് നിർത്തിയ ഭാഗം ഇങ്ങനെയാണ്. പ്രാർത്ഥനയിൽ ദൈവത്തെ സ്വാഗതം ചെയ്യുമ്പോൾ we commit to God. നമ്മൾ ദൈവസന്നിധിയിൽ കമ്മിറ്റ് ചെയ്യുന്നു. God, I am helpless, I am powerless, but you are powerful. ആമേൻ സ്തോത്രം. ഞാൻ ദൈവത്തെ സ്വാഗതം ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തോട് പറയുന്നു, എനിക്ക് ശക്തിയില്ല, നിനക്ക് ശക്തിയുണ്ട്. കേൾക്കുന്നവർ മാത്രം ഇന്ന് രാത്രിയിൽ ആമേൻ പറഞ്ഞു തുടങ്ങട്ടെ. ആമേൻ. എനിക്ക് ശക്തിയില്ല, അങ്ങയ്ക്ക് ശക്തി ഉണ്ടെന്ന് പറഞ്ഞു തുടങ്ങുന്നതാണ് പ്രാർത്ഥന. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചത് സ്തോത്രം ആമേൻ സ്തോത്രം ജൈറോസ് എന്ന് പറഞ്ഞ ദൈവഭക്തനെ പറ്റിയാണ്. അധികാരമുള്ള മനുഷ്യൻ, ആമേൻ, സമൂഹത്തിൽ ബഹുമാനമുള്ളവൻ, ആമേൻ സ്തോത്രം, സമൂഹത്തിൽ അറിയപ്പെടുന്നവൻ, മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നവൻ, ഒരു ആത്മീക നിലവാരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അഭിഷക്തൻ. ആമേൻ. കർത്താവിനെ കണ്ടപ്പോൾ കർത്താവിന്റെ പാദത്തിങ്കൽ വീഴുന്നത് മാത്രമല്ല, അടുത്ത പടി ഇങ്ങനെ പറയുന്നു, ആമേൻ സ്തോത്രം, തൻ യേശുവിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ഒന്ന് ചേർന്ന് പറഞ്ഞേ, യേശുവിനെ വീട്ടിലോട്ട് ക്ഷണിക്കുന്നു. കേൾക്കുന്നവർ ഒരു ആമേൻ ഇന്ന് രാത്രികാലം പറഞ്ഞാട്ട്. ആമേൻ. യോന പ്രവാചക പുസ്തകം 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ എന്റെ ആമേൻ സ്തോത്രം പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ആമേൻ സ്തോത്രം ഞാൻ യഹോവയോട് നിലവിളിച്ചു. കേൾക്കുന്നവർ മാത്രം ഇന്ന് രാത്രികാലം ഒരു ആമേൻ പറഞ്ഞാട്ട്. ഞാൻ കഷ്ടതയുടെ നടുവിൽ ഞാൻ ആമേൻ യഹോവയെ ആമേൻ നിലവിളിച്ചു, യഹോവയോട്. I set my affliction to God. ഞാൻ ദൈവസന്നിധിയിൽ എന്റെ അഫ്ലിക്ഷൻസ് ഇറക്കി വെച്ചു. അപ്പോൾ എന്ത് പ്രവൃത്തി നടന്നു? അവിടെ ഇങ്ങനെ പറയുന്നു, my God came down and heard my prayer. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. എന്താ വാക്കിന്റെ അർത്ഥം? യോന പറയുവാണ്, when you invite
invite God, നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, when you open up your heart and when you convey your affliction to God, ദൈവസന്നിധിയിൽ നിന്റെ അഫ്ലിക്ഷൻസ് ഇറക്കി വെക്കുമ്പോൾ ദൈവത്തിന്റെ ചെവി നിനക്ക് വേണ്ടി തുറന്ന് നിന്റെ പ്രാർത്ഥനകളെ ശ്രദ്ധിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ, കരച്ചിലോടെ, ആമേൻ സ്തോത്രം, വേവലാതിയോടെ ആരെങ്കിലും ഈ മീറ്റിംഗിൽ ആമേൻ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഈ ദൂത് നിങ്ങൾക്ക് വേണ്ടി ഈ പ്രാരംഭ സമയത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നു. ആമേൻ സ്തോത്രം, അഫ്ലിക്ഷൻസ് ഉള്ളവരുടെ പ്രാർത്ഥനകൾ ആമേൻ സ്തോത്രം ഇൻവിറ്റേഷൻ ആയിട്ട് മാറുമ്പോൾ ഇന്ന് രാത്രി ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ദൈവം തന്റെ ജനത്തിനു വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന രാത്രിയാണ്. വചനം ഇങ്ങനെ പറയുന്നു, വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ്. ആമേൻ സ്തോത്രം. എന്താ? when everything is shapeless, when everything doesn't have a shape, ആമേൻ സ്തോത്രം, ഷേപ്പ് ഇല്ലാതെ, ആമേൻ സ്തോത്രം, നല്ല ഭാവി കാണാതെ എല്ലാം ഷേപ്പ്ലെസ് ആയി കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇറങ്ങി നിൽക്കുമ്പോൾ അതിനെ ഷേപ്പ് ഉള്ളതാക്കി ദൈവം. ഇന്ന് രാത്രി ഇതൊരു പ്രവചന വാക്കായി ഞാൻ പറയുന്നു. when you invite God, the shapeless conditions are going to be in a shapeless, ആമേൻ സ്തോത്രം, ആമേൻ, in a shapeful mood. ദൈവം ഷേപ്പ്ലെസ് ആയിട്ടുള്ള കണ്ടീഷനിൽ കിടക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച്, ആമേൻ, നടക്കട്ടെ എന്ന് പറഞ്ഞ്, സംഭവിക്കട്ടെ എന്ന് കൽപ്പിച്ച് ഇന്ന് രാത്രി ദൈവം ചിലതിനെ ജീവനിലോട്ട് വിളിക്കുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രികാലം ഒരു ആമേൻ പറയട്ടെ. we admit our weakness, we submit our weakness, and we realize God is the strengthful God. ദൈവമാണ് ശക്തിയുള്ള ദൈവമെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. കേൾക്കുന്നവര് ഇന്ന് രാത്രി ഒരു ആമേൻ പറഞ്ഞാട്ട്. ആമേൻ സ്തോത്രം. ഒരു സിമ്പിൾ, ആമേൻ സ്തോത്രം, ഒരു സിമ്പിൾ, ആമേൻ സ്തോത്രം, ഒരു ഫോർമുല ഞാൻ നിങ്ങൾക്ക് പറയാം. when we invite God, two things happen. രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, we wait for God, and then second thing, we know God is working. ആമേൻ സ്തോത്രം. ദൈവത്തെ സ്വാഗതം ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. നാം ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. രണ്ട്, അവൻ വന്നാൽ, കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞതുപോലെ അവൻ വന്നാൽ അവൻ പ്രവൃത്തി ചെയ്യുമെന്ന് ഇന്ന് രാത്രി നാം തിരിച്ചറിയുന്നു. കേൾക്കുന്നവർ മാത്രം ഇന്ന് രാത്രി കാലം ഒരു ആമേൻ പറഞ്ഞു തുടങ്ങിയാട്ട്. we wait and God works. എഴുതിക്കോ, we wait and God works. I mean, when we invite God, we wait for God, and we know God is working. ദൈവം പ്രവൃത്തി ചെയ്യുന്ന ദൈവമാണ്. കഴിഞ്ഞ രാത്രി ആമേൻ സ്തോത്രം, ലാസറിന്റെ ഭവനത്തിൽ ലേറ്റായി വന്ന ദൈവം. ആമേൻ സ്തോത്രം, ജായിറോസിന്റെ വീട്ടിൽ വേഗം ആമേൻ ചെന്ന ദൈവം. രണ്ട് വീട്ടിലും ആമേൻ സമയത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ, ദൈവ പ്രവൃത്തിക്ക് വ്യത്യാസമില്ല. കേൾക്കുന്നവര് ഇന്ന് രാത്രി ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ ബ്രദർ, ആമേൻ സ്തോത്രം. ഇതൊരു എക്സാമ്പിൾ ആണ്. ചാക്കോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം തന്നെയാണ് സാബുവിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. പക്ഷേ ആമേൻ ചാക്കോയ്ക്ക് വേണ്ടി വേഗത്തിൽ ഇറങ്ങിയെങ്കിലും സാബുവിന് വേണ്ടി ലേറ്റ് ആയിട്ട് ഇറങ്ങിയാലും ദൈവത്തിന് മാറ്റമില്ല, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് മാറ്റമില്ല. ദൈവം ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒരുപക്ഷെ സമയത്തിന് മാറ്റമുണ്ടാകാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരാരെങ്കിലും സമയത്തിന് മാറ്റം ആമേൻ സംഭവിച്ചവരാരെങ്കിലും ഇന്ന് രാത്രി മീറ്റിംഗിൽ ഇരിപ്പുണ്ടെങ്കിൽ, ഒരൽപ്പം ഡിലേ വന്നു എന്ന് തിരിച്ചറിയുന്നവരാരെങ്കിലും ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ ഇരിപ്പുണ്ടെങ്കിൽ സ്വർഗം ഒരു വാക്ക് പറയുന്നു, when you invite I come, that is my responsibility. ഇന്ന് രാത്രി ഞാൻ സിസ്റ്റർ ഷീബ തോമസിനോട് ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ഒരൽപ്പം വൈകി എന്ന് തോന്നിയാലും അവൻ വരും നിശ്ചയം. അവന്റെ പ്രവൃത്തി ആമേൻ തീർന്നുപോയിട്ടില്ല, അവന്റെ പ്രവൃത്തി നിന്നുപോയിട്ടില്ല. 2020 നീ കാത്തിരുന്ന വർഷമായിരുന്നു, ദൈവ പ്രവൃത്തി കാണുമെന്ന് നീ കൊതിച്ച വർഷമായിരുന്നു. പക്ഷേ അതിന്റെ പൂർത്തീകരണം കാണാതെ ആമേൻ സ്തോത്രം നിന്റെ ഹൃദയം ചഞ്ചലിച്ചെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് സംസാരിക്കുന്നു, the delay what God ആമേൻ have put forth. ഇന്ന് രാത്രി കേൾക്കുന്നവരെ ആമേൻ പറഞ്ഞാട്ട്. ആമേൻ സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ദൂത് കൂടെ ഇതിന്റെ കൂടെ റിലീസ് ചെയ്യുവാണ്. ആമേൻ സ്തോത്രം. ആമേൻ ഡിലേ പ്രാർത്ഥനയിൽ വരുമ്പോൾ എല്ലായ്പ്പോഴും പിശാചിനെ ശാസിക്കരുത്. കേൾക്കുന്നവരൊരു ആമേൻ പറഞ്ഞാട്ട്. നമ്മൾ ദൈവമക്കൾക്ക് ഒരു കുഴപ്പമുണ്ട്. ആമേൻ സ്തോത്രം. എന്തെങ്കിലും ഒരു അല്പം ഡിലേ വന്നാൽ ഉടനെ പിശാചിന്റെ പേര് പറയും. നിങ്ങൾക്കറിയാമോ, മാറി നിന്ന് പിശാച് പറയുക, ഞാനത് അറിഞ്ഞതേ ഇല്ല, ഞാൻ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല. ആമേൻ സ്തോത്രം.
എല്ലാത്തിനും ശാസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയുന്നു, എല്ലാത്തിനും ശാസിക്കല്ലേ. പിശാച് തടയുന്ന മേഖലയുണ്ട്, അത് പിശാച് തടഞ്ഞതെന്ന് മനസ്സിലാക്കിയാൽ ശാസിച്ചു കൊള്ളുക. അല്ല, ദൈവമാണ് അല്പം ഡിലേ വരുത്തിയതെന്ന് പറഞ്ഞാൽ അതിനെ ശാസിച്ചിട്ട് കാര്യമില്ല. കേൾക്കുന്നവർ ഇന്ന് രാത്രി ഒരു ആമേൻ പറഞ്ഞാട്ട്. സ്തോത്രം. ദൈവമാണ് ഡിലേ വരുത്തുന്നതെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ജസ്റ്റ് വെയിറ്റ് അൺടു ദ ലോർഡ്. കാത്തിരിക്കുക മാത്രമേ ഉള്ളൂ വഴി. കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞ വാക്കൊന്നും കൂടെ കടമെടുക്കുന്നു. സ്തോത്രം. the more you wait, the answer is going to be more glorious. എത്രമാത്രം കാത്തിരിക്കുമോ അത്രമാത്രം മഹത്വമുള്ളതായിരിക്കും വെളിപ്പെടാൻ പോകുന്ന ആ ഉത്തരവും. കേൾക്കുന്നവർ ഇന്ന് രാത്രി ഒരു ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വാട്ട് ഈസ് പ്രേയർ? രണ്ടാമത്തെ കാര്യം പറയുന്നു. ഇന്ന് രാത്രിയിലെ മെസ്സേജ് ഇവിടെ നിന്ന് ആരംഭിക്കുക. രണ്ടാമത്തെ കാര്യം പറയുന്നു, വാട്ട് ഈസ് പ്രേയർ? എഴുതുന്നവരുണ്ടെങ്കിൽ എഴുതിക്കൊള്ളുക. നമ്പർ 2, രണ്ടാമത്തെ വിഷയം, പ്രേയർ ഈസ് ലൈക്ക് വർക്ക്. കേൾക്കുന്നവര് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു ഉറപ്പ് നിങ്ങൾക്ക് തന്നു. നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളായിരിക്കും ഞാൻ പ്രസ്താവിക്കാൻ പോകുന്നത്. പ്രേയർ ഈസ് ലൈക്ക് വർക്ക്. പ്രാർത്ഥന ഒരു തൊഴിൽ പോലെയാണ്. ഞാൻ തൊഴിൽ ആണെന്നല്ല പറഞ്ഞത്, തൊഴിൽ പോലെയാ. എന്റെ മലയാളം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പ്രേയർ ഈസ് ലൈക്ക് വർക്ക്. എ ട്രൂ പ്രേയർ ഈസ് നോട്ട് ഫോർ എ ലേസി പേഴ്സൺ. കേൾക്കുന്നവർ രാമേൻ പറഞ്ഞാട്ട്. ഉഴപ്പന്മാർക്കുള്ളതല്ല പ്രാർത്ഥന. ഞാൻ ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ടേ. സ്തോത്രം. ആര് ക്യാമറ ഓഫ് ചെയ്യല്ലേ? സ്തോത്രം. ഞാൻ ആരോടൊക്കെയോ മിണ്ടുന്നുണ്ടേ. പ്രാർത്ഥന എന്നത് ഉഴപ്പന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഹലോ, 21 ദിവസം എല്ലാ വർഷവും സ്തോത്രം ഒരു നേർച്ച പോലെ സ്തോത്രം ഡിവൈൻ സ്തോത്രം അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് അവിടെ ഫാസ്റ്റിംഗ് പ്രഖ്യാപിക്കുമ്പോഴുള്ള പ്രാർത്ഥനയല്ല ഞാൻ പറയുന്നത്. സ്തോത്രം ജനുവരിയിൽ തുടങ്ങി വെച്ച പ്രാർത്ഥന അത് കത്തിച്ച് കത്തിച്ച് ഡിസംബർ വരെ എത്തിക്കുന്നവർ എത്ര പേർ ഇന്ന് രാത്രിയിലുണ്ട്? അവരോടാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥന ഉഴപ്പന്മാർക്കുള്ളതല്ല. പ്രേയർ ഈസ് നോട്ട് മെന്റ് ഫോർ ദ ലേസി പീപ്പിൾ, ബട്ട് പ്രേയർ ഈസ് മെന്റ് ഫോർ ദോസ് പീപ്പിൾ who are serious. ഗൗരവമുള്ളവർക്കുള്ള തൊഴിലത്രേ പ്രാർത്ഥന. ഇന്ന് രാത്രി കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞു തുടങ്ങിക്കൊള്ളുക. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ വ്യക്തമായി പറയുന്നു, prayer is like a work. It requires to get up early. It requires to go to bed late night. കേൾക്കുന്നവരാമേൻ പറഞ്ഞേ. 7 മണിയും 8 മണിയും വരെ ഉറങ്ങിയിട്ട് 8:30 കുളിച്ചിട്ട് ജോലിക്ക് പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോടല്ല പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 8:30 ജോലിക്ക് പോകാനുള്ളവർ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആലോചന പ്രാപിച്ച് എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ ഞാൻ അവരോടത്രേ പറയുന്നത്. prayer requires to get up early and to go in a late night to sleep. താമസിച്ച് കിടക്കാനും സ്തോത്രം വേഗം എഴുന്നേൽക്കുവാനും മനസ്സുള്ളവർക്കുള്ളതത്രേ പ്രാർത്ഥന എന്ന് പറയുന്നത്. അവിടെ കൊണ്ട് തീർന്നില്ല. prayer never finishes until its feeds grown and gone to work. എഴുതുന്നവർക്കാ ഞാൻ പറഞ്ഞത്. പ്രാർത്ഥന എപ്പോഴാ അവസാനിക്കുന്നതെന്ന് അറിയാമോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം വെളിപ്പെടുന്നത് വരെ. കേൾക്കുന്നവർക്കാ ഞാൻ ഒന്നും കൂടെ പറയുന്നു. prayer never finishes until its feet grown up. അതിന്റെ പ്രാർത്ഥനയുടെ വിഷയത്തിന് മറുപടി കിട്ടുന്നത് വരെ ഞാൻ ആരോടോ ഇന്ന് രാത്രി ഈ വചനം റിലീസ് ചെയ്യുന്നു. പ്രാർത്ഥനയുടെ വിഷയത്തിന് കിട്ടുന്നത് വരെ. സ്തോത്രം. ലൂക്ക് 18 നമ്മുടെ ചിന്താ വിഷയം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ. ലൂക്ക് 18 ചിന്താ വിഷയം. നിങ്ങൾ ശ്രദ്ധിച്ചേ. അനീതിയുള്ള ഒരു ന്യായാധിപൻ, സ്തോത്രം, ഒരു വിധവ, 2 പേരാണ് ഈ ഉപമയ്ക്കകത്തുള്ളത്. ഈ ഉപമ പറയുമ്പോൾ സ്തോത്രം ആക്ച്വലി അത് എക്സജീറ്റ് ചെയ്താൽ കുറച്ചും കൂടെ ഡീപ്പിൽ പോകാം. അനീതിയുള്ള ന്യായാധിപൻ എന്ന പദം സ്തോത്രം ഇത് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. അനീതിയുള്ള ന്യായാധിപൻ എന്നുള്ള പദം ഒരു വ്യക്തിയെ അല്ല ആക്ച്വലി വചനം കാണിക്കുന്നത്. ആക്ച്വലി ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ യൂണിവേഴ്സ്. സ്തോത്രം. അനീതി ഉള്ള ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് രാത്രി നീതിമാന്മാരായ ചിലരെ നോക്കി
നോക്കി കർത്താവ് ദൂത് പറയുന്നു, നീതിയുള്ള സ്ത്രീ, ആമേൻ, വിധവയായ സ്ത്രീ, ആരും സഹായിക്കാൻ ഇല്ലാത്ത സ്ത്രീ, ആമേൻ, സ്തോത്രം, അനീതി ഉള്ള ന്യായാധിപനെ ബുദ്ധിമുട്ടിപ്പിച്ചപ്പോൾ, കേൾക്കുന്നവർ ഇന്ന് രാത്രിയിൽ ആമേൻ പറഞ്ഞാട്ട്, ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം, ആമേൻ, സ്തോത്രം, നീതിമാനായ ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി അനീതിയുള്ള ന്യായാധിപൻ, ആമേൻ, നീതിയുള്ള വിധവയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എത്രയധികം പ്രവർത്തിക്കും. കേൾക്കുന്നവർ ഇന്ന് രാത്രി ഒരാമേൻ പറഞ്ഞാട്ട്. അതുകൊണ്ട് മുട്ടിപ്പായി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ തുടങ്ങട്ടെ. പ്രാർത്ഥിക്കുന്നവർ എത്ര പേര് ഇന്ന് രാത്രി ഈ ലൈനിൽ കയറിയിട്ടുണ്ട്? പ്രാർത്ഥിക്കുവാൻ ആവേശമുള്ളവർ എത്ര പേർ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഒരു അസൈൻമെന്റ് നിങ്ങൾക്ക് തരുന്നു. പ്രേയർ ഈസ് ലൈക്ക് വർക്ക്. പ്രാർത്ഥന ഒരു തൊഴിൽ പോലെയാണ്. കേൾക്കുന്നവർക്ക് ആമേൻ, സ്തോത്രം, ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ദുബായിലും ഇന്ത്യയിലും ഒക്കെ ആമേൻ, സ്തോത്രം, ബയോമെട്രിക്സ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ആമേൻ, കുറച്ച് നാളുകൾക്ക് മുൻപേ ആമേൻ ഞാൻ പല കമ്പനിയിലൊക്കെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചയായി പറയുന്നത്, ആമേൻ, സ്തോത്രം, കമ്പനിയിലൊക്കെ പോകുമ്പോൾ ടൈം, ആമേൻ, സ്തോത്രം, നിങ്ങൾ വരുന്നതും പോകുന്നതും സമയം അറിയാൻ അവരൊരു പഞ്ചിങ് മെഷീൻ വെച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചിങ് മെഷീൻ, അതിൻ്റെ അകത്തൊരു കാർഡ്, ആമേൻ, സ്തോത്രം, ഇൻസേർട്ട് ചെയ്യും. കാർഡ് അങ്ങോട്ട് ഇടുമ്പോൾ താഴോട്ട് ഇറങ്ങിപ്പോകും, സമയം പ്രിന്റ് പൊങ്ങി വരും, നമ്മളെടുത്ത് അവിടെ വെക്കും. നമ്മളിൽ ചിലര്, പ്രത്യേകിച്ച് നമ്മൾ എന്ന ഈ ഭാഷക്കാര്, അമ്മ ഞാൻ അങ്ങനെ അങ്ങ് പറയുക, നമ്മളിൽ ചിലർ എന്ത് ചെയ്യും? ചില ദിവസങ്ങളൊക്കെ ജോലിയിൽ ലേറ്റ് ആകും. നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ ബിരുദന്മാരാ. നമ്മൾ കൂട്ടുകാരോട് പറയും, ആ കാർഡ് ഒന്ന് ഇട്ടേക്കണേ, ഒരല്പം ലേറ്റാ, ഞാൻ എന്തായാലും പണിക്ക് വരും, ഒരല്പം ലേറ്റാ. അവൻ സ്തോത്രം, സ്നേഹിതൻ പോകുന്ന വഴിക്ക് ആ കാർഡ് തന്റെയും കൂടെ എടുത്തിടും. ഇത് കമ്പനി അറിഞ്ഞു. കമ്പനി അറിഞ്ഞപ്പോൾ പുതിയ സിസ്റ്റം കൊണ്ടുവന്നു, ബയോമെട്രിക് സിസ്റ്റം. എന്താ? ഇനി തമ്പ് ഇംപ്രഷൻ ചെയ്താലേ സമയം വരുത്തുള്ളൂ. നല്ല കമ്പനിയിലൊക്കെ ചെന്നാൽ അവൻ എല്ലാ ദിവസവും രാവിലെ തമ്പ് ഇംപ്രഷൻ ചെയ്യണം. എന്തിനാണെന്നറിയാമോ? ഉഴപ്പ് മാറ്റാൻ വേണ്ടിയാ, ഉഴപ്പ് മാറ്റാൻ. സ്തോത്രം, ഇന്ന് രാത്രി when I say prayer is like work, പ്രാർത്ഥന ഒരു തൊഴിൽ പോലെ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഉഴപ്പന്മാർക്ക് ഉഴപ്പടിക്കാനുള്ളതല്ല പ്രാർത്ഥന. കേൾക്കുന്നവർ ഇന്ന് രാത്രി ഒരാമേൻ പറഞ്ഞാട്ട്. ഇന്ന് രാത്രി പ്രാർത്ഥന എന്നത് ഗൗരവമുള്ളവർക്ക് സ്വർഗം ഇന്ന് രാത്രി അതുകൊണ്ട് ഗൗരവത്തോടാണ് ഈ ദൂത് പറയുന്നത്. ഈ സ്തോത്രം, ഈ മെസ്സേജ് ഒരു ലൈറ്റ് മെസ്സേജ് അല്ല. ഞാൻ സംസാരിക്കുന്ന ഭാഷ ലൈറ്റ് ആണ്, പക്ഷെ മെസ്സേജ് ലൈറ്റ് അല്ല. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആമേൻ ഹൈദരാബാദിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്വർഗം ഇന്ത്യയെ കത്തിക്കുന്ന ദിവസങ്ങൾ അത്രേ വരുന്ന ദിവസങ്ങളെന്ന് മനസ്സിലാക്കുന്നവർ ഇന്ന് രാത്രി ഒരാമേൻ പറഞ്ഞു തുടങ്ങിയാട്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പ്രേയർ ഈസ് ലൈക്ക് എ വർക്ക്. ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. ഒത്തിരി വീടുകളിൽ പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്, ഒത്തിരി ചർച്ചകളിൽ പ്രസംഗിക്കാനും പോകാറുണ്ട്. പ്രാർത്ഥിക്കാൻ പോയ ഒരു വീട്ടിൽ നിങ്ങളൊക്കെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ ഞങ്ങളോട് പറയുന്നത്, പാസ്റ്ററെ, ദൈവത്തിന് ഞങ്ങളുള്ള ദൂത് ഒന്ന് പറയണമേ എന്ന് പറഞ്ഞിട്ടാ ഞങ്ങളെ വിളിക്കുന്നത്, അല്ലേ? സ്തോത്രം, ഞങ്ങൾ വന്നിരുന്നാൽ ഞങ്ങളെ പ്രവചിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിന്റെ അകത്തുള്ളത് നാളെ നിങ്ങൾക്ക് നല്ലതെന്തോ കിട്ടുമെന്നാണ്, അല്ലേ? നിങ്ങൾ ആശിക്കുന്നത് അങ്ങനെ, നാളെ നല്ലതെന്തോ കിട്ടുമെന്ന്. ഞങ്ങൾ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ, നിങ്ങളിലെ ഒരു കുറവ് പറഞ്ഞാൽ തീർന്നില്ലേ? സ്തോത്രം, രണ്ട് കാര്യങ്ങൾ ഉണ്ടാകും. ഒന്നെങ്കിൽ പറയും ഈ പാസ്റ്ററിന്റെ കൃപ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ രണ്ട് പറയും ഇദ്ദേഹത്തെ മേലിനിയും വിളിച്ചേക്കരുത്, ഞങ്ങളുടെ പണി അവിടം കൊണ്ട് നിങ്ങൾ പൂട്ടിപ്പിക്കും. പ്രത്യേക സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് അവൻ ഏതെങ്കിലും പറഞ്ഞതൊക്കെ മുറിച്ചും കൊണ്ടിടും. കേൾക്കുന്നവർ ഇന്ന് രാത്രി ഒരാമേൻ പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഈ പറയുന്ന വിഷയം ശ്രദ്ധിക്കണം. ഒരു വീട്ടിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വിളിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്തോത്രം, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ഈ വീട്ടിൽ പ്രാർത്ഥനയില്ല. ഞാനിത് എങ്ങനെ കൺവേ ചെയ്യും? നിങ്ങൾ എൻ്റെ ശൈലി ഇന്നലെയും ഇന്നും കാണുന്നുണ്ടല്ലോ. ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ ചിരിച്ചുകൊണ്ടാ പ്രസംഗിക്കുന്നത്. ഞാൻ ഈ ദൂത് കിട്ടിയപ്പോൾ ഇതെങ്ങനെ ഇവർക്കൊന്ന് പറയും, ഇവരെ കുറ്റമൊന്ന് പറഞ്ഞ് ഇവരെ മനസ്സിലാക്കുമെന്നിങ്ങനെ ചിന്തിച്ച് ഞാനിങ്ങനെ ചിരിച്ച് ഒരു ന്യൂട്രൽ രീതിയിൽ ഞാൻ പറഞ്ഞു, ദൈവാത്മാവ് എന്നെ ഇങ്ങനെ കാണിക്കുന്നു, നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയില്ല, പ്രാർത്ഥന കുറവാണെന്ന് പരിശുദ്ധാത്മാവ് കാണിക്കുന്നത്. ആ വീട്ടിലൊരു കുഞ്ഞ് പൈതലുണ്ടായിരുന്നു.
5, 6, 7 വയസ്സ് കൂടി വന്നാൽ അവൻ ചാടി അമ്മ പറയുക, പാസ്റ്ററെങ്കിൽ ഈ വീട്ടിൽ പപ്പായും മമ്മിയും പ്രാർത്ഥിക്കാറേ ഇല്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ ഉപദേശിമാരെ വിളിക്കുന്നതിന് മുമ്പേ കുഞ്ഞുങ്ങളെ ക്രമീകരിച്ചോണം. കാരണം കുഞ്ഞു അവൻ മനസ്സിൽ കള്ളമില്ല. അവൻ സ്തോത്രം. ഭർത്താവും ഭാര്യയും മുഖത്തോട് മുഖം നോക്കിയ എന്ത് മറുപടി പറയണം? എസ്കേപ്പിസം ഒന്നും നടക്കത്തില്ല. സത്യാവസ്ഥ വെളിപ്പെട്ടു. അമ്മ സ്തോത്രം. അമ്മ ഇനി അടുത്ത മറുപടി, ഭർത്താവിന്റെ അടുത്ത മറുപടി, നിങ്ങൾ പറയുന്ന മറുപടി ഞാൻ അങ്ങോട്ട് പറയുക. ഭർത്താവിന്റെ അടുത്ത മറുപടി, പാസ്റ്ററെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ക്ഷീണമാ, കട്ടില് കണ്ടാ മതി, എങ്ങനെങ്കിലും ഒന്ന് കിടന്നാ മതി. സ്തോത്രം. ന്യായീകരണം. പ്രാർത്ഥിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട്, കമോൺ, ഇന്ന് രാത്രി എന്റെ കൂടെ ഉണ്ടല്ലോ, പ്രാർത്ഥിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് അവസാനം പറയുന്നത് ശരീരം ബലഹീനമാണ്, ആത്മാവ് കമോൺ, കള്ളം പരിശുദ്ധാത്മാവിനോട് പറയല്ലേ. ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ആ വീട്ടിൽ പറഞ്ഞ ദൂത് ഇങ്ങനെ ആയിരുന്നു. ആമേൻ സ്തോത്രം. ആമേൻ. മാത്യു ജോർജ് പാസ്റ്ററെ, എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ചിലപ്പോൾ ഇനി ഞാൻ ഹൈദരാബാദിൽ വന്നാലും എന്നെ വിളിക്കാൻ സാധ്യതയില്ല. ചിലരുടെയൊക്കെ മുഖം അങ്ങനെ തോന്നുന്നുണ്ട്. ആമേൻ സ്തോത്രം. ഇല്ല, നിങ്ങളൊക്കെ വിളിക്കുന്നവരാ. ആമേൻ. ഇന്ന് രാത്രി കാലം ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അടുത്ത കാര്യം പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞത്, പ്രാർത്ഥന എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല, പ്രാർത്ഥന ആദ്യം തുടങ്ങേണ്ട വിഷയമാണ്. കേൾക്കുന്നവർ എത്ര പേര് ആമേൻ പറയും? എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് വന്നാൽ പ്രാർത്ഥിക്കാമെന്നല്ല, എല്ലാ ജോലിയും തുടങ്ങുന്നതിന് മുൻപേ പ്രാർത്ഥിച്ച് തുടങ്ങണമെന്ന് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ഇന്ന് രാത്രി സ്തോത്രം പറയുകയാണ്. കമോൺ, ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ, എല്ലാ ആമേൻ സ്തോത്ര കാര്യങ്ങളും ചെയ്തതിന് ശേഷം നീ പ്രാർത്ഥിക്കാൻ വന്നാൽ പിശാച് നിന്നെ പ്രാർത്ഥിക്കാൻ അനുവദിക്കത്തില്ല. പക്ഷേ എല്ലാ വിഷയത്തിനും മുൻപേ പ്രാരംഭത്തിൽ പ്രാർത്ഥിച്ച് നീ തുടങ്ങ്. ആ ദിവസത്തിന്റെ ആമേൻ സ്തോത്രം രീതിക്ക് തന്നെ മാറ്റം ഉണ്ടാകും. കേൾക്കുന്നവർ ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ് ഈ ദൂത് ഇന്ന് രാത്രി ഏറ്റെടുക്കട്ടെ. കാരണം എന്താണ്? Prayer is like a work. പ്രാർത്ഥന ഒരു തൊഴിൽ പോലെയാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ. ആമേൻ സ്തോത്രം. വേദപുസ്തകം പഠിക്കുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാണ് The Book of Esther. ആമേൻ സ്തോത്രം. എസ്തേറിന്റെ പുസ്തകം ഒത്തിരി ഇഷ്ടമുള്ള പുസ്തകമാണ്. ഞാൻ പലപ്പോഴും എന്റെ ചിന്ത, ഇത് തിയോളജിക്കലൊന്നും അല്ലേ, എന്റെ കുഞ്ഞു ചിന്തയിൽ ചിന്തിച്ചിട്ടുള്ളതാ. ഈ ബുക്ക് ഓഫ് എസ്തേർ ആക്ച്വലി അറിയപ്പെടേണ്ടത്, അതിന്റെ ബാക്ക് ബോണായി നിന്നൊരു മനുഷ്യനുണ്ട്, മൊർദെഖായി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ. ആ മനുഷ്യന്റെ പേരിൽ ഈ പുസ്തകം അറിയപ്പെടേണ്ടത്. ആമേൻ സ്തോത്രം. ആ പുസ്തകത്തിന്റെ പേരിന്റെ കുഴപ്പമൊന്നും അവൻ പറയുവല്ല കേട്ടോ, കാരണം ഒരു ദൂതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാ. The backbone of the book of Esther is Mordecai. Mordecai എന്ന പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, ആമേൻ സ്തോത്രം, എസ്തേറിന്റെ പുസ്തകത്തിൽ ഉള്ളത് കൊണ്ട് അത്രേ എസ്തേർ എന്ന പുസ്തകം ബൈബിളിന്റെ അകത്ത് കയറിയത്. കേൾക്കുന്നവർ ഇന്ന് രാത്രി ഒരാമേൻ പറയാൻ തുടങ്ങിയാട്ട്. ആമേൻ. കുറയുന്ന ആളുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണമേ, കുറയുന്ന ആളുകൊണ്ട് ആമേൻ സ്തോത്രം മൊർദെഖായി സഹിച്ച ഒരു വേദന. എന്താ വേദന? എല്ലാ ദിവസവും രാവിലെ ഹാമാൻ വരുമ്പോൾ ഒരു നോട്ടമുണ്ട്. ആമേൻ സ്തോത്രം. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത സോഷ്യൽ ഡിസ്റ്റൻസിംഗിന്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ചർച്ചിലൊക്കെ വന്നാലും കസേര അകറ്റിയിടുന്ന കാലഘട്ടമാണ്. സ്തോത്രം. എനിക്ക് തോന്നുന്നു നമ്മളാണ് ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ട ആൾക്കാര്. കാരണം സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇല്ലാത്തപ്പോഴും കരം കൊടുത്ത ഒരു ആമേനോ സ്തോത്രമോ ആമേൻ സ്തോത്രം കർത്തൃമേശ കഴിഞ്ഞ് ഒരു ചുംബനമോ ഒന്നും കൊടുക്കാൻ നമുക്ക് മനസ്സില്ല. ആമേൻ. നമ്മൾ ഈ പലരും സന്തോഷിച്ചത് ഈ കാലഘട്ടത്തില. കാരണം അന്യനും ഗ്രീറ്റ് ചെയ്യേണ്ട, കൈ കൊടുക്കണ്ട. ആമേൻ സ്തോത്രം. ആമേൻ. ചിലര് പറയാറുണ്ട്, ആമേൻ, അവൻ മിണ്ടിയില്ലെങ്കിലും അവന്റെ ഒരു നോട്ടം മതി, ദഹിപ്പിക്കുന്ന നോട്ടമാ. ചിലര് മിണ്ടണ്ട, നോക്കിയാ മതി. ആമേൻ സ്തോത്രം. എല്ലാ ദിവസവും രാവിലെ ഹാമാൻ വരുമ്പോൾ ആമേൻ സ്തോത്രം മൊർദെഖായിയെ ഒരു നോട്ടമുണ്ട്. ആ നോട്ടം ദഹിപ്പിക്കുന്ന നോട്ടമാ. ശ്രദ്ധിക്കാമോ? ഇന്ന് രാത്രി ഞാൻ ആരോടോ ഒരു ദൂത് പറയാൻ പോകുക. പ്രാർത്ഥിക്കുന്നവൻ എവിടെയുണ്ടോ അവനെ നോക്കുന്ന ചിലരുണ്ട്. കേൾക്കുന്നവർ ഇന്ന് രാത്രി ഒരാമേൻ പറയും. പ്രാർത്ഥിക്കുന്നവർ എവിടെയുണ്ടോ അവനെതിരെ യുദ്ധമുണ്ട്. പ്രാർത്ഥിക്കുന്നവർ എവിടെയുണ്ടോ അവനെതിരെ ആമേൻ സ്തോത്രം ആമേൻ പോരുകളും അതിന്റെ ആയുധങ്ങളും ഉണ്ട്. പക്ഷേ മൊർദെഖായി പറയുക, I will never stop praying until I see my work is done. എന്റെ
തൊഴിൽ തീരുന്നത് വരെ, ഞാൻ ആശിച്ച വിഷയത്തിന് മറുപടി കാണുന്നത് വരെ എന്റെ പ്രാർത്ഥന ഞാൻ നിർത്തത്തില്ല. കേൾക്കുന്നവർ ഇന്ന് രാത്രി ഒരാമേൻ പറഞ്ഞ്, ഞാൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചാൽ രാജാവിന്റെ ഉറക്കം കെടുത്തുക മാത്രമല്ല, നിനക്ക് വേണ്ടി ദിനവൃത്താന്ത പുസ്തകങ്ങളെ തുറപ്പിക്കുവാൻ കഴിവുള്ളൊരു ദൈവത്തെ നിന്റെ ദൈവം ഇന്ന് രാത്രി മനസ്സിലാക്കിക്കൊള്ളുക. സുഹൃത്തെ, ഒരുപക്ഷെ നീ ഭവനത്തിലായിരിക്കാം, നീ വാഹനം ഓടിക്കുകയായിരിക്കാം, ആമേൻ സ്തോത്രം, പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലായിരിക്കാം. ഇന്ന് രാത്രി നീ ജോലി ചെയ്യുന്നിടത്ത്, നിന്റെ ബിസിനസ് മേഖലയിൽ, നീ പ്രവൃത്തി ചെയ്യുന്ന മണ്ഡലങ്ങളിൽ ഇന്ന് രാത്രി ചലിക്കുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് പോകുവാൻ കഴിയാത്ത മേഖലയിൽ ഇറങ്ങിച്ചെന്ന് തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ആമേൻ പറഞ്ഞാട്ട് 3500-800 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ആമേൻ ഷാർജയുടെ പട്ടണത്തിൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഐസിയുവിൽ കിടന്ന് ഞങ്ങളുടെ ചില പിതാക്കന്മാർ, മാതാക്കന്മാർ, ആമേൻ ഞങ്ങളുടെ ചില കുടുംബങ്ങൾ ആമേൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഓൺ ദ സ്പോട്ടിൽ ഐസിയുവിൽ നിന്ന് നോർമൽ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. എന്താ സുഹൃത്തെ കാര്യം? വെളിച്ചത്തിന്റെ ശക്തി പോകുന്നതിലും വേഗത്തിൽ പ്രാർത്ഥനയുടെ ശക്തി ചലിക്കപ്പെടും. കേൾക്കുന്നവർ ഇന്ന് രാത്രി ഒരാമേൻ പറഞ്ഞാട്ട്, വെളിച്ചം യാത്ര ചെയ്യുന്നതിലും അതിവേഗതയിൽ ഇന്ന് രാത്രി പ്രാർത്ഥന ചലിക്കപ്പെടും. എപ്പോഴാ ചലിക്കപ്പെടുന്നെന്ന് അറിയാമോ? when you see prayer as a work, പ്രാർത്ഥന ഗൗരവമുള്ളതായി കാണുമ്പോൾ ഇന്ന് രാത്രി ദൈവം നിന്റെ വിഷയത്തിന്റെ മേൽ കർത്തൃത്വം ചെയ്യുന്ന ദൈവമാണ്. കേൾക്കുന്നവർ ഇന്ന് രാത്രി ഒരാമേൻ പറഞ്ഞു തുടങ്ങിയാട്ട്, സ്വർഗം ഇന്ന് രാത്രിക്കാലം പറയുന്നു, അവൻ തന്റെ ജനത്തിനു വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നു, അവൻ തന്റെ ജനത്തിനു വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നു. പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ കരം ചലിക്കപ്പെടുന്നു. വിശ്വസിക്കുന്നവർ മാത്രം ഒരാമേൻ പറഞ്ഞാട്ട്, പ്രാർത്ഥിക്കുന്ന ഏലിയാവ് പറയും, ഞാൻ സ്വർഗത്തിൽ നിന്ന് തീയിറക്കും. പ്രാർത്ഥിക്കുന്ന മോശ പറയും, ഞാൻ ചെങ്കടലിനെ രണ്ടാക്കും. പ്രാർത്ഥിക്കുന്ന അബ്രഹാം പറയും, അറിയത്തില്ല എങ്ങോട്ടാന്ന്, പക്ഷെ പറഞ്ഞ വാക്കിന് മുമ്പിൽ ഞാൻ ഇറങ്ങിത്തിരിക്കുക. പ്രാർത്ഥിക്കുന്ന പത്രോസ് ആമേൻ വലയിട്ടിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ലക്ഷ്യം അറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ആമേൻ പരിശുദ്ധാത്മ പറയുന്നു, പ്രാർത്ഥനയിൽ ആരൊക്കെ ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, അവരുടെ ലെവലുകൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സഭയോട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, take prayer as a duty. പ്രാർത്ഥന ഒരു ആമേൻ തൊഴിൽ പോലെ, ഗൗരവമുള്ള വിഷയം പോലെ ഇന്ന് രാത്രി ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയിൽ ഉഴപ്പുന്നവരാരെങ്കിലും ഇന്ന് രാത്രിയിൽ ഉണ്ടെങ്കിൽ ഒരു തീരുമാനമെടുക്ക, ഞാൻ പ്രാർത്ഥനയിൽ ഉഴപ്പത്തില്ല, പ്രാർത്ഥനയെ ഞാൻ ഗൗരവത്തോടെ കാണും. കേൾക്കുന്നവർ മാത്രം ഇന്ന് രാത്രിയിൽ ഒരാമേൻ പറഞ്ഞാട്ട്, പ്രാർത്ഥനയെ ഞാൻ ഗൗരവത്തോടെ കാണും. ഇന്ന് രാത്രി പറയുന്ന ഈ വാക്ക് ശ്രദ്ധിക്കാമോ? Prayer is the key that unlocks the power and the purposes of God. പ്രാർത്ഥനയാണ് അവൻ സ്തോത്രം സ്വർഗത്തിലെ ശക്തിയും സ്വർഗത്തിലെ പ്രവൃത്തിയും തന്റെ ജനത്തിനു വേണ്ടി അവൻ വെളിപ്പെടുത്തുന്നത്. If you want him to move, അവൻ സ്തോത്രം ഇന്ന് രാത്രി അവൻ ചലിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രികാലം നമുക്ക് തുടങ്ങാം. പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രികാലം തുടങ്ങാം. 3, what is prayer? എന്താണ് പ്രാർത്ഥന? 3, what is prayer? ആമേൻ സ്തോത്രം. പ്രാർത്ഥിക്കുന്നവർക്കറിയാം എന്റെ ലാംഗ്വേജ് എന്തുവാണെന്ന്, എന്റെ ഭാഷ എന്തുവാണെന്ന്. 3, prayer is a battle. ആമേൻ പ്രാർത്ഥന ഒരു യുദ്ധമാണ്. കേൾക്കുന്നവർ മാത്രം ഇന്ന് രാത്രി ഒരാമേൻ പറയും. ഇന്ന് രാത്രി എന്നെ കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ചോദിക്കുന്നു, നിങ്ങളിൽ എത്ര പേര് പ്രാർത്ഥനയിൽ യുദ്ധസമാനമായ വിഷയത്തിലൂടെ പോയിട്ടുണ്ട്? പ്രാർത്ഥിക്കുന്നവർക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞ പ്രാർത്ഥിക്കുന്നവർക്ക് എന്റെ ലാംഗ്വേജ് മനസ്സിലാകത്തുള്ളൂ. നിങ്ങളിൽ എത്ര പേര് യുദ്ധസമാനമായ വിഷയത്തിലൂടെ പോയിട്ടുണ്ട്? നിങ്ങൾക്കറിയാമോ, prayer is a battle. പ്രാർത്ഥന ഒരു യുദ്ധമാണ്. ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാമോ? Satan doesn't fear a Christian who doesn't pray.
പിശാചിന് ഒരു പേടിയുമില്ല പ്രാർത്ഥിക്കാത്തവനെ പറ്റി. നീ ക്രിസ്ത്യാനിയാകാം, നിന്റെ ലേബല് ക്രിസ്ത്യൻ എന്നാകാം, നീ അറിയപ്പെടുന്ന നിന്റെ റിലീജിയൻ ക്രിസ്ത്യാനിറ്റി ആകാം, പക്ഷെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിശാചിന് നിന്നെ ഒരു പേടിയുമില്ല. കേൾക്കുന്നവര് മനസ്സിലാകുന്നുണ്ടല്ലോ. ബട്ട് always remember one thing. Hallelujah. When somebody is there to pray, Satan tries to oppose bitterly and strike out the prayer. പ്രാർത്ഥിക്കുന്നവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ കയ്പ് കൊണ്ടുവരുവാനും അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ അഴിച്ചുവിടുവാനും പിശാച് ഇഷ്ടപ്പെടുന്നു. കേൾക്കുന്നവർ ഇന്ന് രാത്രിയിൽ ഉണ്ടല്ലോ എന്റെ കൂടെ. അവൻ സ്തോത്രം. ശ്രദ്ധിക്കണമേ, പ്രാർത്ഥിക്കാത്തവനെ പിശാചിന് പേടിയില്ല, പ്രാർത്ഥിക്കുന്നവനെ അവന് പേടിയാണ്. ഇനിയും ചേർത്തു പറയുന്നു, പ്രാർത്ഥിക്കുന്നവനെ പേടിയെന്നു മാത്രമല്ല, പ്രാർത്ഥിക്കുന്നവനെ തളർത്തിക്കളയുവാനും കയ്പുള്ളവനാക്കാനും അതത്രേ അവന്റെ പദ്ധതി. ഇന്ന് രാത്രിയിൽ അങ്ങനെ കയ്പിലൂടെ കടത്തിവിട്ട ആരെങ്കിലും ഈ മീറ്റിംഗിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം പറയുന്ന വാക്ക്, ഇന്നലെ രാത്രിയിൽ പറഞ്ഞ തലക്കെട്ട്, നെവർ 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 എവർ ഗിവ് അപ്പ് ഇൻ പ്രേയർ. ആമേൻ. മടുത്തുപോകല്ലേ, മടുത്തുപോകല്ലേ, മടുത്തുപോകല്ലേ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാ പറയുന്നു, പ്രേയർ ഈസ് ദ ഗ്രേറ്റസ്റ്റ് വെപ്പൺ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ദ ഈവിൾ. എഴുതുന്നവരുണ്ടെങ്കിൽ എഴുതിക്കൊള്ളുക. Prayer is the greatest weapon between God and the evil. ആമേൻ. പ്രാർത്ഥനയത്രേ ദൈവവും ആമേൻ ഈവിളും തമ്മിൽ ആമേൻ സ്തോത്രം ഉള്ളതിന്റെ ഇടയ്ക്കുള്ള ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറയുന്നത്. കേൾക്കുന്നവർ ഇന്ന് രാത്രിയിൽ ഒരാമേൻ പറഞ്ഞാട്ട്. ഹന്നയോട് ചോദിച്ചേ, ശമൂവേലിന്റെ പുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഹന്നയോട് ചോദിച്ചേ, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞാൻ യുദ്ധം ചെയ്തവളാ, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞാൻ പോരടിച്ചവളാ, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആമേൻ സ്തോത്രം ഞാൻ ഒത്തിരി കരഞ്ഞവളാ, എന്റെ ശക്തി ക്ഷയിച്ചുപോയി. ഹല്ലേലൂയ. ക്ഷയിച്ചുപോയവർ ആരൊക്കെയോ ഇന്ന് രാത്രി ഈ മീറ്റിംഗിന്റെ അകത്തുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സിസ്റ്റർ സോളിയോട് പറയുന്നു, ആമേൻ, പ്രാർത്ഥിച്ച് ക്ഷയിച്ച മേഖലകൾ, പ്രാർത്ഥിച്ച് തളർന്ന മേഖലകൾ, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആമേൻ സ്തോത്രം ഇനി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാത്ത മേഖലകൾ ജീവിതത്തിൽ കടന്നു വന്ന സമയങ്ങളുണ്ട്. പക്ഷെ ഇന്ന് രാത്രിക്കാലം പ്രാർത്ഥിക്കുന്നവൾ പറയും, എന്റെ ദൈവം എന്നെ അനാഥയായി കൈവിടുകയില്ല. കേൾക്കുന്നവർ ഇന്ന് രാത്രി ഒരാമേൻ പറയും. വീട്ടിൽ പ്രശ്നം, പള്ളിയിൽ ചെന്നാൽ പള്ളിയിൽ പ്രശ്നം, റോഡിലൂടെ നടക്കാൻ പറ്റുന്നില്ല, എവിടെ ചെന്നാലും പ്രതികൂലം. പക്ഷെ ഇന്ന് രാത്രിക്കാലം പ്രാർത്ഥിക്കുന്ന ഒരു ഹന്ന ഇന്ന് രാത്രി നമ്മുടെ ഇടയിൽ ഒരു ടെസ്റ്റിമണി പറയാനുണ്ടെങ്കിൽ അവൾ പറയും, prayer was a battle for me. പ്രാർത്ഥന ഒരു യുദ്ധമായിരുന്നു എനിക്ക്. എന്തിനാ യുദ്ധം? എന്റെ വാഗ്ദത്തം കാണുവാൻ, എന്നോടുള്ള ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുവാൻ. പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ ചിലരോട് ദൂത് പറയുന്നു, ശ്രദ്ധിച്ചു കേൾക്കണമേ. ദൈവത്തിന്റെ ആലോചന പ്രവചന നിവർത്തീകരണമായി ചിലരിലേക്ക് വന്നിട്ടുണ്ട്. വൺ ഓഫ് ദ ഫേമസ് മെസ്സേജ് ഞാൻ ശുശ്രൂഷിച്ചിട്ടുള്ള ആമേൻ മണിക്കൂറുകൾ പ്രസംഗിച്ചിട്ടുള്ള ഒരു പ്രസംഗം പരിശുദ്ധാത്മാവ് വേഗത്തിൽ എന്നെ കാണിക്കുന്നു. ആമേൻ സ്തോത്രം. ശൂന്യക്കാരത്തി സ്ത്രീ എന്നെങ്കിലും നേരിട്ട് ഞാൻ വരുമ്പോൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് തരാം. ശൂന്യക്കാരത്തി സ്ത്രീ ആമേൻ സ്തോത്രം കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതല്ല ഒരു കുഞ്ഞിനെ. ഞാൻ പറയുന്നത് സെക്കൻഡ് കിങ്സിലാ ഉള്ളത്. ആമേൻ സ്തോത്രം. ആമേൻ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതല്ല. ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവം നിർബന്ധിച്ചു കൊടുത്തതാ. നിർബന്ധിച്ച് കിട്ടിയവരാരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടോ? ആമേൻ. ദൈവം തരുന്ന ദൂതുകൾ നമുക്ക് കേൾക്കാൻ ആമേൻ കഴിയാത്തതും സഹിക്കാൻ പറ്റാത്തതും വഹിക്കാൻ കഴിയാത്തതുമായ ചില ദൂതുകൾ ദൈവം നിർബന്ധത്തോടെ തരുമ്പോൾ പ്രൈസ് ഗോഡ് നമുക്ക് തോന്നുന്നു നടക്കത്തില്ലെന്ന്. ഇന്ന് രാത്രികാലം ശ്രദ്ധിച്ചേ, നടന്ന ദൂത്, നിവർത്തീകരിച്ച ദൂത്, പ്രവൃത്തി വെളിപ്പെട്ട ദൂത്. സ്തോത്രം. ബൈബിൾ ഇങ്ങനെ പറയുന്നു, കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവളുടെ വാഗ്ദത്തം മരിച്ചു. മരിച്ചവൾ വാഗ്ദത്തത്തെ അടുക്കിയില്ല. ശ്രദ്ധിച്ചേ, ആമേൻ. ഞാൻ ഈ പറയുന്നത് പഴയ നിയമമാണേ, പുതിയ നിയമമല്ല. പഴയ നിയമത്തിലെ പുരുഷന്റെ കാര്യവുമല്ല, സ്ത്രീയുടെ കാര്യമാണ് പറയുന്നത്. അവൾ എന്ത് ചെയ്തു? മരിച്ച വാഗ്ദത്തത്തെ അവിടെ വെച്ചിട്ട് പറഞ്ഞവന്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് അവളുടെ വിഷയത്തെ ഒരു ബാറ്റിൽ പോലെ ഇറക്കി
വെച്ചു. ശ്രദ്ധിച്ചേക്കണമേ, പറഞ്ഞ പ്രവാചകൻ പറഞ്ഞു, ഞാൻ എന്തിനാ വരുന്നത്? എന്റെ അസിസ്റ്റന്റ് ഗേഹസി ഉണ്ട്, ഞാൻ വിടാം, ഗേഹസി വന്നാൽ മതി. ആമേൻ. അവൾ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. ഗേഹസി അല്ലല്ലോ ഈ ദൂത് തന്നത്, നീയല്ലേ ഈ ദൂത് തന്നത്, നീ എന്റെ വീട്ടിൽ വന്ന് മതിയാകത്തുള്ളൂ. ആ വാക്കുകളിൽ കാണുന്ന ഉൾക്കൊള്ളുന്ന സ്തോത്രം, അന്തസ്സത്ത് എന്ന് പറയുന്നത്, സ്തോത്രം, ഐ നോ വാട്ട് ഐ ആം ഗോയിങ് ത്രൂ. എനിക്കറിയാം ഞാൻ എന്തിലൂടെയാ പോകുന്നത്. മൈ പ്രേയർ ഈസ് എ ബാറ്റിൽ. എന്റെ പ്രാർത്ഥന ഒരു യുദ്ധമാണ്. കേൾക്കുന്നവർ ഇന്ന് രാത്രി ആമേൻ ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഇന്ന് രാത്രി പ്രാർത്ഥനയെ ഒരു യുദ്ധമാക്കി മാറ്റിയാൽ, അവനെ ഇന്ന് രാത്രി നിന്റെ അടുക്കലേക്ക് ഇറക്കിയാൽ, നിന്റെ വാഗ്ദത്തം, കഴിഞ്ഞ രാത്രി പറഞ്ഞത് പരിശുദ്ധാത്മാവ് വീണ്ടും എന്നെ റിവൈൻഡ് ചെയ്യുവാണ്. നിനക്ക് വെളിപ്പെടാൻ പോകുന്ന വാഗ്ദത്തം ലോകം അറിയപ്പെടാൻ പോകുന്ന വാഗ്ദത്തമാണ്. ആമേൻ. ശമൂവേലേ, നീ പിറക്കുന്നത് ആമേൻ ചില റീപ്ലേസ്മെന്റുകൾക്ക് വേണ്ടിയാ. ഞാൻ ആരോടോ ഇന്ന് രാത്രി സംസാരിക്കുന്നു. ദൈവം നിന്നെ ജനിപ്പിച്ചത് ചില റീപ്ലേസ്മെന്റുകൾക്ക് വേണ്ടിയാ. സ്തോത്രം. പഴയ നിയമം പഠിക്കുമ്പോൾ പുരോഹിതന്റെ മക്കൾ, ലേവ്യ കുടുംബം, കർത്താവിനെ സേവിക്കേണ്ട കുടുംബം, ഏലിയുടെ കുടുംബം, അവന്റെ തലമുറ കർത്താവിനെ സേവിക്കണം. പക്ഷെ അനീതിയും അക്രമവും നിറച്ചുവിട്ട തലമുറയെ റീപ്ലേസ് ചെയ്യുവാൻ ശമൂവേലിനെ ദൈവം ലെവിറ്റിക്കസ് ഫാമിലിയിലോട്ട് കയറ്റി വെച്ചെങ്കിൽ, കേൾക്കുന്നവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആമേൻ പറഞ്ഞു. ശമൂവേൽ ജനിച്ചത് ലെവിറ്റിക്കസ് ഫാമിലിയിലല്ല, പക്ഷെ പുരോഹിത ശുശ്രൂഷയ്ക്കും പ്രവാചകർ ശുശ്രൂഷയ്ക്കും ദൈവം കയറ്റി വെച്ചതുപോലെ ശമൂവേലിനെ കയറ്റി വെച്ചതുപോലെ ആത്മാവ് ഇന്ന് രാത്രി ഒരു ദൂതായി പറയുക, പ്രാർത്ഥനയെ യുദ്ധമാക്കി നീ മാറ്റിക്കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചിലരെ റീപ്ലേസ് ചെയ്ത് അവരുടെ നിന്റെ വാഗ്ദത്തത്തെ കയറ്റി വെക്കുമെന്ന് ആത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുകയാണ്. കേൾക്കുന്നവർ ഇന്ന് രാത്രിക്കാലം ഒരാമേൻ പറഞ്ഞാട്ട്. പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ഉണ്ടെങ്കിൽ അവരോടത്ര ഞാൻ പറയുന്നത്, പ്രേയർ ഈസ് എ ബാറ്റിൽ. സ്തോത്രം. ശൂനേംകാരത്തി സ്ത്രീയോടും ചോദിച്ചേ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവർക്കറിയാം ഞാൻ ഈ പറയുന്ന ഭാഷ. ശൂനേംകാരത്തി സ്ത്രീയോട് ചോദിച്ചേ, സ്തോത്രം, ഗേഹസി എന്ത് ചെയ്തു? വീട്ടിലേക്ക് വന്നു, കൊച്ചിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ആമേൻ. അവനെ കൊണ്ടാകുന്ന രീതിയിൽ കൊച്ചിനെ ഉയർപ്പിക്കാൻ നോക്കി. ബൈബിൾ ഇങ്ങനെ പറയുന്നത്, അവന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് രാത്രിക്കാലം ശ്രദ്ധിച്ചേ, പ്രാർത്ഥനയെ ഒരു യുദ്ധമാക്കി മാറ്റിയ അമ്മയ്ക്കറിയാം. സ്തോത്രം. പ്രാർത്ഥനയുടെ മറുപടി എനിക്ക് വെളിപ്പെട്ടത് എലീശ എന്ന പ്രവാചകനാണെങ്കിൽ അവൻ തന്നെ എന്റെ വീട്ടിൽ വരണം. വൈ? ബിക്കോസ് ദിസ് ഈസ് എ ബാറ്റിൽ. ഇത് ഒരു യുദ്ധമാണ്. ഇതൊരു യുദ്ധമാണ്. എനിക്ക് എന്റെ വീട്ടിൽ പ്രവാചകൻ വന്നേ മതിയാകത്തുള്ളൂ. ഇന്ന് രാത്രിക്കാലം പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, വാട്ട് ഈസ് പ്രേയർ? എന്താണ് പ്രാർത്ഥന? ഞാൻ വേഗത്തിൽ പോകുക. പ്രേയർ ഈസ് എ ബാറ്റിൽ. പ്രാർത്ഥന ഒരു യുദ്ധമാണ്. 4, വാട്ട് ഈസ് പ്രേയർ? എന്താണ് പ്രാർത്ഥന? എന്താണ് പ്രാർത്ഥന? പ്രേയർ ഈസ് power. Prayer is power. പ്രാർത്ഥന ദൈവശക്തിയാണ്. കേൾക്കുന്നവര് മാത്രം ഒരാമേൻ ഇന്ന് രാത്രികാലം പറഞ്ഞാട്ടെ. പ്രാർത്ഥന ഒരു ശക്തിയാണ്. Prayer is the greatest powerful instrument that ever we can have. സ്തോത്രം. പ്രാർത്ഥനയാണ് സ്തോത്രം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ഇന്ന് രാത്രികാലം സ്തോത്രം. പഴയ നിയമ ഭക്തന്മാരോട് ചോദിച്ചേ, മോശയോട് ചോദിക്ക്. മോശ പറയും, പ്രാർത്ഥനയായിരുന്നു എന്റെ ശക്തി. തീർന്നില്ല. ദാനിയേലിനോട് ചോദിച്ചേ, ദാനിയേൽ പറയും, പ്രാർത്ഥനയായിരുന്നു എന്റെ ശക്തി. അവിടെ കൂടെ തീർന്നില്ല. 3 എബ്രായ പിള്ളാരോട് ചോദിച്ചേ, അവനും പറയും, പ്രാർത്ഥനയായിരുന്നു ഞങ്ങളുടെ ശക്തി. അവിടെ കൂടെ തീർന്നില്ല. എലീശയോട് ചോദിക്ക്, ഏലിയാവിനോട് ചോദിക്ക്, പൗലോസിനോട് ചോദിക്ക്, ശീലാസിനോട് ചോദിക്ക്, പത്രോസിനോട് ചോദിക്ക് ഭക്തന്മാരോട്. അവർ പറയും, പ്രാർത്ഥനയായിരുന്നു ഞങ്ങളുടെ ശക്തി. പ്രാർത്ഥനയായിരുന്നു ഞങ്ങളുടെ ശക്തി. നിങ്ങളുടെ എത്ര പേര് ജോർജ് മുള്ളർ എന്ന ദൈവദാസനെ പറ്റി കേട്ടിട്ടുണ്ട്? ജോർജ് മുള്ളർ എന്ന ദൈവദാസനെ പറ്റി. പ്രാർത്ഥന അത് ശക്തിയാണ്, ദൈവപ്രവർത്തിയാണ്. ജോർജ് മുള്ളർ എന്ന ദൈവദാസൻ വർഷങ്ങൾക്ക് മുൻപേ ജീവിച്ചിരുന്ന ഒരു അഭിഷക്തൻ. നിങ്ങൾ സമയം കിട്ടിയാൽ
ഗൂഗിളിലോ മറ്റെവിടെയെങ്കിലും നിങ്ങൾക്ക് വായിക്കാനായിട്ട് ബയോഗ്രഫി കിട്ടിയാൽ നിങ്ങൾ സമയം കണ്ടെത്തി വായിക്കുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ജോർജ് മുള്ളർ, ഒത്തിരി ടെസ്റ്റിമണീസ് തന്നെ ഉണ്ട്, ഒത്തിരി ടെസ്റ്റിമണീസ്. ജോർജ് മുള്ളർ എന്ന മനുഷ്യനെ അറിയപ്പെട്ടത് ദ ഫാദർ ഓഫ് ഓർഫൻസ് എന്ന, അനാഥ കുഞ്ഞുങ്ങളുടെ അപ്പൻ എന്നാണ് അറിയപ്പെട്ടത്. 300-ൽ അധികം കുഞ്ഞുങ്ങളെ താൻ സ്തോത്രം എടുത്തു വളർത്തി. സ്തോത്രം ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം ആയിരക്കണക്കിന് പ്രാർത്ഥനയ്ക്ക്, താൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ച ആയിരക്കണക്കിന് പ്രാർത്ഥനയ്ക്ക് സ്തോത്രം തെളിവുൾപ്പെടെ മറുപടി തനിക്ക് ലഭിച്ചതിനെ പറ്റി താൻ പറഞ്ഞിട്ടുണ്ട്. തെളിവുൾപ്പെടെ, മറുപടി ലഭിച്ചതിന്റെ തെളിവുൾപ്പെടെ. അതിൽ ഒരു വിഷയം മാത്രം ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് വേഗത്തിൽ പങ്കുവയ്ക്കുക. ഒരിക്കൽ 300-ലധികം കുഞ്ഞുങ്ങളെ ഒരു ഓർഫനേജിൽ താൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയം താൻ അന്ന് അവിടെയുണ്ട്. അവിടെ ആയിരിക്കുമ്പോൾ സ്തോത്രം രാവിലെ ഏർലി മോർണിംഗിൽ സ്തോത്രം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനില്ല. അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു വഴിയുമില്ല. കുഞ്ഞുങ്ങളെല്ലാം പാത്രവും ഗ്ലാസും ബ്രെഡും പാലും ഒക്കെ കുടിക്കാൻ രാവിലെ പാത്രവും ഗ്ലാസുമായിട്ട് വന്ന് നിൽക്കുകയാണ്. സ്തോത്രം അവരോട് സ്തോത്രം ജോർജ് മുള്ളർ പറഞ്ഞു, വരിവരിയായിട്ടിരിക്കുക. ആ ദിവസം, അന്നേ ദിവസം രാവിലെ ആ സ്ഥലത്ത്, ആ കിച്ചണിൽ അവർക്ക് കൊടുക്കുവാൻ ഒരു നുള്ള ആഹാരമില്ല. ജോർജ് മുള്ളർ പറഞ്ഞു, നിങ്ങൾ വരിവരിയായിട്ടിരിക്കുക. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുക. ജോർജ് മുള്ളർ കരങ്ങളെ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗത്തിലെ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഇവർക്ക് കൊടുക്കുവാൻ അപ്പം എന്റെ പക്കലില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങയ്ക്ക് പ്രവർത്തിക്കുവാൻ കഴിയും. ജോർജ് മുള്ളർ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചു. ആമേൻ പറഞ്ഞ സമയം തന്നെ വാതിലിങ്കൽ ആരോ മുട്ടുന്നു. തൻ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ആ ദേശത്തെ അറിയപ്പെടുന്ന ഒരു ബേക്കർ, ബ്രെഡ് ഉണ്ടാക്കുന്ന മനുഷ്യൻ വന്ന് വാതിൽക്കൽ നിൽക്കുക. ജോർജ് മുള്ളറിന്റെ അടുക്കൽ ഇങ്ങനെ പറഞ്ഞു, ജോർജ് മുള്ളർ, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങിയപ്പോൾ ആരോ ഒരാൾ എന്റെ അടുക്കൽ നിന്ന് പറഞ്ഞു, സ്തോത്രം, നീ നാളെ ഈ സിറ്റിയിൽ ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ ഇന്ന സ്ഥാപനത്തിന് 300 പേർക്കുള്ള ബ്രെഡും കൂടെ നീ ഉണ്ടാക്കണം. കഴിഞ്ഞ രാത്രിയിൽ കിട്ടിയ സന്ദേശം അനുസരിച്ച് താൻ രാവിലെ ഫ്രഷ് ആയിട്ട് ചൂട് ബ്രെഡ് ബേക്ക് ചെയ്തിട്ട് വന്ന് നിൽക്കുന്നത് ജോർജ് മുള്ളറിന്റെ മുൻപിലാണ്. എന്തിനു വേണ്ടി? കഴിഞ്ഞ രാത്രിയിൽ ആരോ എന്നോട് പറഞ്ഞു ഇവിടെ ബ്രെഡിന്റെ ആവശ്യമുണ്ടെന്ന്. ജോർജ് മുള്ളർ സ്തോത്രത്തോടെ ആ ബ്രെഡ് വാങ്ങി. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. താൻ സ്തോത്രം പറഞ്ഞ് ആമേൻ പറയുമ്പോൾ തന്റെ അടുത്ത ആരോ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഓടിച്ചെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഒരു പാലുകാരൻ നിൽക്കുന്നു. There was a milkman. ഒരു പാലുകാരൻ നിൽക്കുക. ഇനി അവന്റെ പ്രശ്നം എന്തുവാ? അവനൊരു കച്ചവടക്കാരനാണ്. പാല് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന വഴിക്ക് ഈ ഓർഫനേജിന്റെ ഏകദേശം അടുത്തെത്തിയപ്പോൾ, ഇന്ന് രാത്രിയിൽ പറയുന്നത് കഥയല്ല, നടന്ന സംഭവമാണ്. ഓർഫനേജിന്റെ അടുത്തെത്തിയപ്പോൾ ആ കൊണ്ടുവന്ന സ്തോത്രം വാഹനത്തിന്റെ ചക്രത്തിന് എന്തോ പെടലിനെന്തോ സംഭവിച്ചു. ഇനി മുൻപിലോട്ട് തനിക്ക് പോകുവാൻ കഴിയത്തില്ല. താൻ അവിടെ നിന്നിട്ട് അവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു, ഇവിടെ അടുത്തെവിടെയെങ്കിലും ഇത് ശരിയാക്കുവാൻ സ്ഥലമുണ്ടോ? എല്ലാവരും പറഞ്ഞു സ്ഥലമൊന്നുമില്ല. സ്തോത്രം, ഇനിയും ദൂരെ പോയാലേ സ്ഥലമുള്ളൂ. തനിക്ക് ഈ പാല് വെച്ചിട്ട് റോഡിൽ വെച്ചിട്ട് പോകാൻ കഴിയത്തില്ല. തനിക്ക് മനസ്സിലായി, ഇനിയും ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്താൽ ഈ പാല് കേടായി പോകും. താൻ നോക്കിയപ്പോൾ ഈ ഓർഫനേജ് താൻ മനസ്സിലാക്കി. താൻ ആ പാലുമായി വന്നു നിൽക്കുവാണ് ഓർഫനേജിന്റെ മുമ്പിൽ. എന്തിനാണെന്നറിയാമോ? ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. ഇന്ന് രാത്രികാലം സ്തോത്രത്തോടെ ജോർജ് മുള്ളർ അത് വാങ്ങിയിട്ട് കുഞ്ഞുങ്ങൾക്ക് സ്തോത്രത്തോടെ വാങ്ങിക്കൊടുത്തു. എന്താ ഇന്ന് രാത്രി ഇതിന്റെ അകത്തുനിന്ന് പറയുന്ന സന്ദേശം? പ്രാർത്ഥന ശക്തിയുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് പ്രവർത്തിക്കുവാൻ കഴിയും. ഇന്ന് രാത്രികാലം ശ്രദ്ധിച്ചു കേൾക്കണമേ, ശ്രദ്ധിച്ചു കേൾക്കണമേ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കണമേ. പ്രാർത്ഥന വലിയ കാര്യങ്ങൾ മാത്രമല്ല തരുന്നത്, പ്രാർത്ഥന ചെറിയ കാര്യങ്ങൾ പോലും തരും. അനുഭവിച്ചവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞു.
പ്രാർത്ഥന വലിയ കാര്യങ്ങൾ മാത്രമല്ല, പ്രാർത്ഥന ചെറിയ കാര്യങ്ങൾ പോലും തരും. ഞാൻ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഒത്തിരിയും പറയാറുണ്ട്. സ്തോത്രം. ആമേൻ. എൻ്റെ ഏറ്റവും വലിയ നീഡ് എന്ന് പറയുന്നത് ഞാൻ മിഷണറി യാത്രകൾക്ക് പോകുമ്പോഴാണ്. എൻ്റെ ചർച്ചിലുള്ള ആരെങ്കിലും ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം. ആമേൻ. നമ്മുടെ ചർച്ച് മിഷൻ ഓറിയന്റഡ് ചർച്ചാണ്. ഞാൻ ആമേൻ ഒരു ലോക്കൽ ബോഡിയേക്കാൾ ഒരു ഇന്റർനാഷണൽ ബോഡിയിലോട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു വിഷനാണ് എല്ലായ്പ്പോഴും നമ്മൾ കൊടുക്കാറുള്ളത്. എൻ്റെ ഓരോ മിഷണറി യാത്രകൾക്കും ഞാൻ സ്പെസിഫിക് ചെയ്ത് പറഞ്ഞാൽ, ആമേൻ, ഞാൻ ആഫ്രിക്കയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഓരോ മിഷണറി യാത്രയ്ക്ക് 5 ലക്ഷം മുതൽ 10 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് ഒരു മിഷണറി യാത്രയ്ക്ക് നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ 10 മിഷണറി യാത്രകൾ 2 വർഷം കൊണ്ട് നമ്മൾ ചെയ്തു. അമ്മ ഭയങ്കര ഹ്യൂജ് എമൗണ്ടാ. എല്ലായ്പ്പോഴും ദൈവം ഇറങ്ങി നിന്ന് അത്ഭുതം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് പറയുന്നില്ല. വേഗത്തിൽ കഴിഞ്ഞ നാളിൽ കർത്താവ് ചെയ്ത കുഞ്ഞു അത്ഭുതം ഞാൻ പറയാം. എനിക്ക് ഈ വലുത് പറയുന്നതിനേക്കാൾ ഇഷ്ടം കുഞ്ഞത് പറയുന്നതാ. നിങ്ങളിൽ എത്ര പേർക്ക് കാന്താരി ഇഷ്ടമുണ്ട്? കാന്താരി ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാന്താരി. നേരം ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും കാന്താരി ഇങ്ങനെ സ്റ്റോക്ക് കാണും. മമ്മി എപ്പോഴും ഫ്രിഡ്ജിൽ ഇങ്ങനെ കാന്താരി സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഒരു ദിവസം ഈ വീട്ടിൽ കാന്താരി ഉണ്ട് എന്നുള്ള ചിന്തയിൽ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് നോൺ വെജ് ഒന്നും വേണ്ട, എനിക്ക് ഇന്ന് ചോറും ഒരല്പം തൈരും ഒരു കാന്താരി ചമ്മന്തിയും കൂടെ വേണമെന്ന് പറഞ്ഞു. മമ്മിയോട് പറഞ്ഞു. അയ്യോ മോനെ, കാന്താരി തീർന്നു പോയല്ലോ, എന്തോ ചെയ്യാൻ പറ്റും, പച്ചമുളകേ ഉള്ളൂ. ഇന്നലെയാ തീർന്നത്, മീൻപീര പറ്റിച്ചപ്പോൾ അതിൻ്റെ അടുത്തിട്ടു, അത് തീർന്നു പോയി. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ലാമേ, പച്ചമുളകിന്റെ ചമ്മന്തിയാണെങ്കിലും കുഴപ്പമില്ല. സ്തോത്രം. ആ ഇൻസിഡന്റ് അന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അബുദാബി എന്ന് പറഞ്ഞ പട്ടണത്തിലാണ് ഞാൻ മിനിസ്ട്രി ചെയ്യുന്നത്. ഞാൻ മിനിസ്ട്രി ചെയ്തിട്ട് ഉച്ചയായപ്പോൾ, മിനിസ്ട്രി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് കുഞ്ഞൊരു അത്ഭുതമാണ്. ഞാൻ ഈ കുഞ്ഞത്ഭുതം പറയുമ്പം നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള കൺസേൺ എന്തുവാണെന്ന് ചിന്തിക്കണം. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി എന്നെ ഇഷ്ടപ്പെട്ടിട്ട്, പ്രസംഗവും ശുശ്രൂഷയൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ വീട്ടിൽ ആഹാരം കഴിക്കുവാൻ കൊണ്ടുപോയ വഴിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഫുഡൊക്കെ തന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകാൻ നേരത്ത് അവിടുത്തെ ആന്റി വന്നിട്ട് എന്നോട് വാക്ക് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ ചോദിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, കാരണം താങ്കൾ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിൽ വരുന്നത്. പക്ഷേ ഫ്രഷ് ആയിട്ട് നാട്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് അതിൽ ഒരു കാര്യം, ഞങ്ങളുടെ വീട്ടിൽ കുറെ കാന്താരി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കാന്താരി വന്നിട്ടുണ്ട്. പാസ്റ്ററിന് കാന്താരി ഇഷ്ടമാണല്ലേ, മമ്മിക്ക് ഇഷ്ടമാണോ എങ്കിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഞാനൊരു സ്വല്പം തരട്ടെ. എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു, എടുത്തോണ്ട് വാ, ഫുള്ള് തന്നാലും ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. എടുത്തോണ്ട് വരാൻ പറഞ്ഞു. സ്തോത്രം. ഞാൻ ഈ ദൈവം ചെയ്യുന്ന പ്രവൃത്തി ഞാൻ ഈ ഒന്ന് ചിന്തിക്കാറുണ്ട്. ഞാൻ അന്നേരം അവിടെയുള്ളവരോട് ചോദിച്ചു, എപ്പോഴാ ഈ ബ്രദർ നാട്ടിൽ തിരിച്ചത്? അന്നേരം പറഞ്ഞു, ഇന്നലെ രാത്രിയിലാണ് തിരിച്ചത്. ഏകദേശം വെളുപ്പിനെയായിരുന്നു ഫ്ലൈറ്റ്, ഇന്നലെ രാത്രിയാണ് തിരിച്ചത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ കാന്താരി ചോദിക്കുന്നു, ഉച്ച കഴിഞ്ഞിട്ട് അവിടുന്ന് കാന്താരി പറപ്പിക്കുന്നു, അവിടുന്ന് കാന്താരി പറന്നു അബുദാബിയിലെത്തി. കേൾക്കണേ, ആമേൻ. രാവിലെ ഭക്തന്റെ കയ്യിൽ കൊണ്ട് കാന്താരി തന്നിട്ട് പറയാ, ഇന്നലെ നീ ചോദിച്ചില്ലേ, ദേണ്ട ഫ്രഷ് കാന്താരി നിനക്ക് ഞാൻ എത്തിച്ചു തന്നിരിക്കുന്നു. കേൾക്കുന്നവർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടോ? ഞാൻ ലക്ഷങ്ങളുടെ സാക്ഷ്യമല്ല പറഞ്ഞ, കുഞ്ഞ് കാന്താരിയുടെ സാക്ഷ്യമാ പറഞ്ഞത്. അവിടെ കൊണ്ടും തീർന്നില്ല. ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, സ്തോത്രം, മീറ്റിംഗ് എന്റെ ബെൽറ്റ് ഇത്തിരി ക്രാക്ക് വീണു ബെൽറ്റേല്. എനിക്കൊരു ബെൽറ്റ് വാങ്ങാൻ പോകാൻ സമയമില്ല. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, പൈസ ഉണ്ട്, പോകാൻ സമയമില്ല, എന്തോ ചെയ്യും, മീറ്റിംഗ് തീർന്നിട്ട് വേണ്ട ഒരു ബെൽറ്റ് വാങ്ങാൻ പോകാൻ. ഞാൻ പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ മീറ്റിങ്ങിന് പോവാം. ഞാൻ ഇംഗ്ലീഷ് ചർച്ചിലാണ് പ്രസംഗിച്ചത്. പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പം പാസ്റ്റർ കവറുമായിട്ട് വന്നേ. 2 കവർ ഉണ്ടായിരുന്നു. ഒന്ന് പേപ്പർ കവർ ആയിരുന്നു, അത് സ്തോത്രാഴ്ച.
നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. രണ്ടാമതൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരുന്നു. ആ കവർ കൊണ്ടുവന്നിട്ട് എന്നോട് പറയാ, ഒന്നും തോന്നല്ലേ, മലയാളി പാസ്റ്റർ, ഇംഗ്ലീഷ് ചർച്ച, ഒന്നും തോന്നല്ലേ, ഇന്നലെ വൈകിട്ട് ഞാൻ കടയിൽ പോയി 2 ബെൽറ്റ് മേടിച്ചു, സൈസ് നോക്കാതെ മേടിച്ച് നോക്കിയപ്പോ എനിക്ക് വലുതാ പാസ്റ്ററെ. 2 ബെൽറ്റ് ഉണ്ട്, ഒരു കറുത്തും ഉണ്ട് ബ്രൗണും ഉണ്ട്. പാസ്റ്ററിന് ഇരിക്കട്ടെ, എന്തായാലും പാസ്റ്ററിന് ശരി. കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ പറയുന്ന ചെറിയ കാര്യം പോലും കേൾക്കുന്ന ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞു തുടങ്ങിക്കോ. എന്താ കാര്യം? ഞാൻ പറഞ്ഞു വന്നത്, our God is so much concerned about you. ദൈവത്തിന് ഭയങ്കര കൺസേൺ ആണ് നിന്നെ പറ്റി. ഓ, ഇന്ന് രാത്രി നിന്നെ ആരും കാണുന്നില്ലെന്ന് പറയല്ലേ, പ്രാർത്ഥന ആരും കേൾക്കുന്നില്ലെന്ന് പറയല്ലേ, ഇന്ന് രാത്രി എന്റെ കണ്ണുനീര് കാണുന്നില്ലെന്ന് പറയല്ലേ. നിന്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ഇന്ന് രാത്രി കൺസേൺ ആയി എടുക്കുന്നത്. അയ്യോ, ഈ 19ാമത്തെ ദിവസം രാത്രിയിലും ഇറങ്ങി നിന്നിട്ട് പറയുന്നു, പ്രാർത്ഥന അത് ശക്തിയുള്ളതാണ്. ഇന്ന് രാത്രി ആകാശമണ്ഡലങ്ങളെ സൃഷ്ടിച്ചവൻ, ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ പേര് വിളിച്ചു വരുത്തിയവൻ, ഇന്ന് രാത്രി നിന്റെ ജീവനെ നോക്കി ആത്മാ പറയുന്നു, ഉണ്ടാകട്ടെ. Let the creative power of God manifest upon the church this evening. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഇന്ന് രാത്രി നടക്കുന്ന രാത്രിയാകട്ടെ. പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി അത്ഭുതം വെളിപ്പെടുന്ന രാത്രിയായി ഇന്ന് രാത്രികാലം മാറട്ടെ. Prayer is a power. പ്രാർത്ഥന ശക്തി ഉള്ളതാണ്. കേൾക്കുന്നവര് മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ. പ്രാർത്ഥന ശക്തിയുള്ളതാണ്. പ്രാർത്ഥന ശക്തിയുള്ളതാണ്. 4 കാര്യങ്ങൾ പറഞ്ഞു. 5ാമത്തെ വിഷയം, വാട്ട് ഈസ് പ്രേയർ. ഇത് കുറച്ചും കൂടെ ഇനി ആഴത്തിലോട്ടാ പോകുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ നിൽക്കണം. വാട്ട് ഈസ് പ്രേയർ. നെക്സ്റ്റ് 15 മിനിറ്റ്സിനുള്ളിൽ 3 കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആമേൻ, സ്തോത്രം. എന്താണ് പ്രാർത്ഥന? പ്രേയർ ഈസ് എ ഡെവലപ്പർ. പ്രാർത്ഥന, മലയാളത്തിൽ പ്രാർത്ഥന അകത്തെ മനുഷ്യനെ വളരുവാൻ സഹായിക്കുന്നു. Prayer is a developer. അകത്തെ മനുഷ്യനെ, ഇന്ന് രാത്രി ഈ ദൂത് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായിട്ട് എന്നോട് പറയുന്നു, നിന്റെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, പ്രാർത്ഥന. Come on. ഈ കുഞ്ഞുങ്ങൾ ജനിച്ചവർക്കറിയാൻ ഞാൻ എന്തോ ഈ പറയുന്നത്, ഇപ്പം പറയാൻ പോകുന്നത്. നിങ്ങൾ ആദ്യം സ്തോത്രം അമ്മയുടെ പാല് കൊടുക്കും, അതിനുശേഷം അമ്മൻ എല്ലായ്പ്പോഴും അമ്മയുടെ പാല് കൊടുക്കത്തില്ല, സിർലാക്ക് കൊടുക്കും, പിന്നെ സ്തോത്രം കുറുക്ക് കൊടുക്കും, പലതരത്തിലെ ഫുഡ് കൊടുക്കും. എന്തിനാ നിങ്ങൾ ഇതെല്ലാം കൊടുക്കുന്നത്? എന്തിനാ കൊടുക്കുന്നത്? കുഞ്ഞ് വളരാൻ. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ അമ്മയുടെ കൺസേൺ എനിക്ക് വണ്ണമില്ലെന്നായിരുന്നു. എനിക്ക് വലിയൊരു തലയും കുഞ്ഞൊരു ശരീരവും, അങ്ങനായിരുന്നു ഞാൻ ജനിച്ചപ്പോ. അമ്മയപ്പനും പറഞ്ഞ കാര്യമാ. എനിക്ക് മേടിച്ചു തരാൻ പറ്റുന്ന മുഴുവൻ ടോണിക്കും, ഇന്ന് ഞാൻ അതിന് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക, മേടിച്ചു തരാൻ പറ്റുന്ന മുഴുവൻ ടോണിക്കും, തരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫുഡും എന്തിനാണെന്നറിയാമോ? എന്റെ ശരീരം ഒന്ന് വലുതാക്കാൻ വേണ്ടി. ഇന്ന് രാത്രിക്കാർ ശ്രദ്ധിച്ചേ, അപ്പന്റെ അമ്മയുടെ കൺസേൺ പിള്ളേരുടെ ശരീരത്തെ വലുതാക്കാൻ വേണ്ടി. ഇന്ന് രാത്രി ദൈവാത്മാവ് ചോദിക്കുന്നു, നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു ആത്മഭാരമുണ്ട് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ പോഷിപ്പിക്കാൻ? കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരു അമ്മയും പറഞ്ഞു. ഈ ഫാസ്റ്റിംഗ് പ്രയറിന്റെ സ്തോത്രം റീസൺ എന്ന് പറയുന്നത്, ഈ ഫാസ്റ്റിംഗ് പ്രയറിന്റെ കാരണം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചു കേൾക്കണമേ, അമേരിക്കയിൽ പോകാനല്ല കേട്ടോ, UK പോകാനല്ല. ഉള്ള പെന്തക്കോസ്തുകാരെല്ലാം കൂടി ഇപ്പം പൊക്കോണ്ടിരിക്കുക. എവിടാ? UK, ഓസ്ട്രേലിയയും അമേരിക്കയും. അങ്ങോട്ട് പോകാനല്ല ഈ ഫാസ്റ്റിംഗ് പ്രയർ ക്രമീകരിച്ചത്. ഈ ഫാസ്റ്റിംഗ് പ്രയറിന് ഒരൊറ്റ ഇന്റൻഷനേ ഉള്ളൂ, യുവർ ഇന്നർ മാൻ ഹാസ് ടു ബി സ്ട്രെങ്തൻഡ്. നിന്റെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കണം. കേൾക്കുന്നവർ ഇന്ന് രാത്രി ഒരു ആമേൻ പറഞ്ഞു തുടങ്ങിയാട്ട്. Prayer is the ultimate ingredient that develops our spiritual character. പ്രാർത്ഥനയത്രേ അകത്തെ മനുഷ്യന്റെ സ്വഭാവത്തെ രൂപം ഉണ്ടാക്കി വരുത്തുന്നത്. അതുകൊണ്ട് മാത്രമല്ല, അകത്തെ മനുഷ്യനിൽ രൂപമുണ്ടായാൽ prayer is the next key that develops your physical character. അകത്തെ മനുഷ്യന് രൂപം വരുത്തിയാൽ, അകത്തെ മനുഷ്യനിൽ വരുത്തുന്ന രൂപം നിന്റെ പുറമെയുള്ള മനുഷ്യന് രൂപാന്തരം വരും. Come on, ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറയുവാൻ തയ്യാറുണ്ട്? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായിട്ട് ദൂത് പറയുന്നു. Prayer
is the only key that can develop your inner man. നിന്റെ അകത്തെ മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ ഒരൊറ്റ വഴിയുള്ളൂ. Come on, നീ ഏത് ബൈബിൾ കോളേജിൽ പഠിച്ചാലും, ഏത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലും, ഡാലസ് തിയോളജി കോളേജിൽ പഠിച്ചാലും, ഇന്ന് രാത്രി നിന്റെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടില്ലെങ്കിൽ നിനക്ക് പുറത്തു വരാൻ കഴിയത്തില്ല. ഇനിയും അതിനെ ശക്തിപ്പെടുത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതെന്തുവാണ്? നിന്റെ പ്രാർത്ഥനയത്രേ. കേൾക്കുന്നവർ ഇന്ന് രാത്രി ഒരാമേൻ പറഞ്ഞു തുടങ്ങിയാട്ട്. It is impossible to grow in the grace without a prayer. കൃപയിൽ വളരാൻ ഒറ്റ വഴിയുള്ളൂ പ്രാർത്ഥന. ശുശ്രൂഷയിൽ വളരാൻ ഒറ്റ വഴിയുള്ളൂ പ്രാർത്ഥന. കൃപാവരത്തിൽ ജ്വലിക്കാൻ ഒരു വഴിയുള്ളൂ പ്രാർത്ഥന. സ്വഭാവം നല്ലതാകാൻ ഒരൊറ്റ വഴിയുള്ളൂ പ്രാർത്ഥന. ചിലരൊക്കെ പറയുമല്ലോ, എന്റെ പഴയ സ്വഭാവം എടുപ്പിക്കല്ലേ. എന്താ കാര്യം? പ്രാർത്ഥിക്കാത്തത് കൊണ്ട്. പ്രാർത്ഥിക്കുന്നവന്റെ വായിൽ നിന്ന് ആ വാക്ക് വരാറില്ല. കാരണം പ്രാർത്ഥന നിന്റെ അകത്തെ മനുഷ്യനെ രൂപപ്പെടുത്തും. നിന്റെ അകത്തെ മനുഷ്യൻ പുറത്തുള്ളവരെയും രൂപപ്പെടുത്തും. കേൾക്കുന്നവർ ഇന്ന് രാത്രി ഒരാമേൻ പറഞ്ഞാട്ട്. പ്രാർത്ഥനയുടെ സഹായം കൂടാതെ കൃപയിലും ദൈവിക പരിജ്ഞാനത്തിലും വളരുവാൻ കഴിയത്തില്ല. എനിക്ക് അവിടെ നിന്ന് ഒരല്പം സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം അനുവദിക്കുന്നില്ല. കൃപയിലും പരിജ്ഞാനത്തിലും ക്രിസ്തുവേശുവിന്റെ സ്നേഹത്തിലും വളരാൻ ഒരൊറ്റ വഴിയുള്ളൂ, പ്രാർത്ഥനയിൽ വർദ്ധിക്കപ്പെടുവാൻ. ഇന്ന് രാത്രി എത്ര പേര് ആമേൻ പറയുവാൻ തയ്യാറുണ്ട്? എനിക്ക് നിങ്ങൾ എടുക്കുവാൻ എനിക്ക് ഇഷ്ടമുണ്ട്. എഫേസ്യ ലേഖനം ഒന്ന് എടുക്കാമോ വേഗത്തിൽ? സമയമില്ലെങ്കിൽ ഒരു കാര്യമെങ്കിലും നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. എഫേസ്യ ലേഖനം ഒന്നെടുത്ത്. എഫേസ്യ ലേഖനം, if you can take the book of Ephesians chapter 3, മൂന്നാമത്തെ അധ്യായം ഒന്ന് എടുക്കാമോ വേഗത്തിൽ? മൂന്നാമത്തെ അധ്യായം ഒന്ന് എടുക്കാമോ? മൂന്നാമത്തെ അധ്യായം സ്തോത്രം 14, 15, 16 വാക്യങ്ങൾ. അതിന്റെ 16ാമത്തെ വാക്യമാ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: I bow my knees to the Father of our Lord Jesus Christ, from whom the whole family in heaven and earth is named, that he would grant you according to the riches of his glory to be strengthened with might through his spirit in the inner man. സ്തോത്രം. മലയാളത്തിൽ വായിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ 14, 15, 16 വാക്യങ്ങളൊന്ന് മലയാളത്തിൽ വായിച്ചാട്ട് വേഗത്തിൽ ഒരാള്. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അടുത്തത്, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്ത മനുഷ്യനെ സംബന്ധിച്ച്. ആ വാക്കൊന്ന് വരയ്ക്കാമോ? നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാമോ? അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്. ശ്രദ്ധിച്ചേ നീ ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുമ്പോൾ, ഇന്നലത്തെ വിഷയം മറക്കല്ലേ, നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ആത്മമണ്ഡലത്തിൽ കയറും. ആത്മമണ്ഡലത്തിൽ കയറുന്ന വ്യക്തി അവൻ അകത്തെ മനുഷ്യന് പുതുക്കം പ്രാപിക്കുവാൻ ബലം നൽകി തരും. കേൾക്കുന്നവർ ഇന്ന് രാത്രി ഒരാമേൻ പറഞ്ഞു തുടങ്ങിയാട്ട്. ക്രിസ്ത്യാനിറ്റിക്ക് എന്താ സംഭവിച്ചത്? ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കാമോ? Christianity was born from inside. Hallelujah. But the problem right now what we face is Christianity is developing outside. എന്താ ക്രിസ്ത്യാനിറ്റിക്ക് പറ്റിയ കുഴപ്പം? ക്രിസ്തീയ മാർഗത്തിന് പറ്റിയ കുഴപ്പം എന്താ? ക്രിസ്തീയ മാർഗം ആരംഭിച്ചത് അകത്തെ മനുഷ്യനിൽ നിന്ന്. ഇന്ന് പലതും ഞാൻ പറയുമ്പോൾ പാസ്റ്റർമാരുൾപ്പെടെ പലരും ജഡത്തിലാ ജീവിക്കുന്നത്, ജഡത്തിലാ ശുശ്രൂഷിക്കുന്നത്, ജഡത്തിലാ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പറയുക, പ്രാർത്ഥിക്കുന്നവൻ എവിടെയുണ്ട്? അവൻ ജഡത്തിലല്ല നിൽക്കുന്നത്. അവന്റെ അകത്തെ മനുഷ്യൻ അവനെ രൂപാന്തരപ്പെടുത്തി അവനെ ആള് മാറി പുറത്തു കൊണ്ടുവരുന്നത് പോലെ ഞാൻ ഇന്ന് രാത്രി പ്രവചിച്ചു പറയുന്നു, സഭയ്ക്കകത്ത് നിന്ന് ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഞാൻ പ്രൈസ് എന്ന സ്ക്രീനിനോട് സംസാരിക്കുന്നു. പ്രൈസ് എന്ന സ്ക്രീനിനോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം പറയുന്നു, നിന്റെ അകത്തെ മനുഷ്യനെ ഞാൻ ശക്തി പ്രാപിപ്പിച്ചിട്ട് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. എന്റെ സുവിശേഷത്തിന്റെ വാഹകനാക്കി ഞാൻ നിന്നെ മാറ്റി. എന്റെ പ്രവൃത്തി നിന്നിലൂടെ ചെയ്യിപ്പിച്ച കർത്താവിനെ കാണിക്കുന്ന ഒരു വെളിപ്പാട്. ഒരു മെതിവണ്ടി പോലെ ദൈവാത്മാവ് നിന്നൊരു മെതിവണ്ടി, കമോൺ
on. മെതിവണ്ടിയെ പോലെ ആത്മാവ് നിന്നെ ആക്കി. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഒതുങ്ങാത്തതും ഒതുക്കാൻ പറ്റാത്തതുമായതിനെ നീ ആത്മാവിൽ ഒതുക്കി. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ആമേ പലതിനെയും നിയന്ത്രിക്കാൻ കഴിയാത്തതിനെ ആത്മാവിൽ നീ നിയന്ത്രിക്കുന്ന ഒരു ശുശ്രൂഷയിൽ ദൈവാത്മാവ് ഒരു ലീഡർഷിപ്പ് ലെവലിലോട്ട് നിന്നെ കയറ്റുന്ന ഒരു മേഖല ദൈവാത്മാവ് ഇന്ന് രാത്രികാലം എന്നെ കാണിക്കുന്നു. ആത്മാ പറയുന്നു, where you are right now, never think that you are limited. എവിടെയാണോ നീ അവിടെ നീ ഒതുങ്ങിയെന്ന് ചിന്തിക്കല്ലേ. നിന്നെ വിശാലപ്പെടുത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ആത്മാവാലോചന പറയുന്നു. കരീത്തുകൊണ്ട് ശുശ്രൂഷ തീർന്നിട്ടില്ല, സാരഫത്ത് കൊണ്ട് ശുശ്രൂഷ തീർന്നിട്ടില്ല. ആമേ സ്തോത്രം. തുടക്കം ഒരൽപ്പത്തിൽ നിന്നാണെങ്കിലും ഒടുക്കം ആമേ ശ്രേഷ്ഠതും മാന്യതുമായുള്ള രീതിയിൽ പരിശുദ്ധാത്മാവിന് മാറ്റാനുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. നിന്റെ അകത്തെ മനുഷ്യനെ പുഷ്ടി പ്രാപിപ്പിക്കുവാൻ ആത്മാവാലോചന പറയുന്നു. വചനത്തോടുള്ള ദാഹം, പ്രാർത്ഥനയോടുള്ള വാഞ്ച, ആത്മാവിലുള്ള ശുശ്രൂഷ, ഈ മൂന്ന് കാര്യത്തിൽ നീ ഫോക്കസ് ചെയ്യുവാൻ ആത്മാവാലോചന പറയുന്നു. കേൾക്കുന്നവരെ കരങ്ങളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ആമേൻ. പത്രോസിനെ നോക്കാമോ? ഒരു നിമിഷം പത്രോസിനെ നോക്കാമോ? പത്രോസിന്റെ ശുശ്രൂഷകളെ മാറ്റിമറിച്ചത്, ഹലോ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ആമേൻ. പത്രോസിന്റെ ശുശ്രൂഷകളെ മാറ്റിമറിച്ചത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കാളും അതിനേക്കാൾ ശ്രേഷ്ഠമായത് ആമേൻ പ്രാർത്ഥനയെന്ന ആമേൻ കീയിലൂടെയായിരുന്നു. കേൾക്കുന്നവർ ഇന്ന് രാത്രി ഒരു ആമേൻ പറഞ്ഞേ. പത്രോസിന്റെ ശുശ്രൂഷകളെ മാറ്റി മറിച്ചത്, ആള് മാറിയവനാക്കിയത് പ്രാർത്ഥന എന്നൊരു കീ നിമിത്തമായി. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം കുറവാണോ സുഹൃത്തെ? പഠിത്തം കുറവാണോ സുഹൃത്തെ? ആമേൻ. കുടുംബ പാരമ്പര്യം പറയാനില്ലയോ? ദാറ്റ് ഈസ് ഫൈൻ, ദാറ്റ് ഈസ് ഓക്കെ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവുണ്ടോ? അതത്രേ ആത്മാവത്രേ നിന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ ഇന്ന് രാത്രിയിൽ എന്റെ കാര്യം കൂടെ ചേർത്ത് വെച്ചാ ഞാൻ പറയുന്നത്. എന്റെ ഈ ചെറിയ പ്രായം മുതൽ എന്നെ ദൈവം ഉപയോഗിച്ച വഴികൾ ഞാൻ ഓർത്താൽ, ചിന്തിച്ചാൽ ഇന്ന് രാത്രിക്കാലം എനിക്കൊന്നു പറയാൻ കഴിയും. വിദ്യാഭ്യാസമല്ല ഇവിടം വരെ കൊണ്ടുവന്നത്, കുടുംബത്തിന്റെ ശ്രേഷ്ഠതയല്ല ഇവിടം വരെ എത്തിച്ചത് ദൈവത്തിന്റെ കൃപയാത്രേ. ഇന്ന് രാത്രികാലം എവിടെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ അവിടെ അത്രേ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അതുകൊണ്ട് ആത്മാവ് ഇന്ന് രാത്രികാലം പറയുന്നു, ആമേ പത്രോസിനെ രൂപാന്തരപ്പെടുത്തിയത്, യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിന് ഞാനിങ്ങനെ ഈ മെസ്സേജ് പറയുമ്പോൾ ഒരാളെയും കൂടെ ഓർക്കും. our God is a God of second chance. ദൈവം സ്തോത്രം രണ്ടാമത് ഒരു അവസരം തരുന്ന ദൈവമാണ്. യൂദായ്ക്കും ഒരു അവസരം ഉണ്ടായിരുന്നു യേശുവിനെ ഒറ്റിക്കൊടുത്തിട്ടും മടങ്ങി വരാൻ. പത്രോസിനും ഒരവസരം ഉണ്ടായിരുന്നു യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ടും മടങ്ങി വരാൻ. യൂദ തനിക്ക് ലഭിച്ച സമയത്തെ ഉപയോഗിക്കാതെ സ്തോത്രം തന്റെ ജീവനെ അവസാനിപ്പിച്ചപ്പോൾ പത്രോസ് യേശുവിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ സ്തോത്രം തന്നെത്താൻ he stepped himself to prayer. അവൻ ചുമരിനോട് ചേർത്ത് അവന്റെ മുഖം വെച്ചിട്ട് വലിയ വായിൽ പൊട്ടിക്കരയുക. ആ പൊട്ടിക്കരയുന്നതിനെ ഞാൻ ഇങ്ങനെ വിശദീകരിക്കും. It was a heartfelt prayer. അതത്രേ മനസ്സ് തുറന്ന പ്രാർത്ഥന. ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്റെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചു, പക്ഷെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നു, I have sinned. ഞാൻ പാപം ചെയ്തു. ശ്രദ്ധിച്ചേ ആമേൻ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലും സുഹൃത്തേ, പരിശുദ്ധാത്മാവ് വരുന്നതിന് മുൻപേ നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യമുണ്ട്. പ്രാർത്ഥനയ്ക്കായി അവർ മുകൾ മുറിയിൽ കയറി. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ അകത്തെ മനുഷ്യനെ ഡെവലപ്പ് ചെയ്താൽ മീൻപിടുത്തക്കാരനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഇന്ന് രാത്രി കേൾക്കുന്നവരൊരു ആമേൻ പറഞ്ഞാട്ട്. Prayer is a developer. പ്രാർത്ഥന അകത്തെ മനുഷ്യനെ ഡെവലപ്പ് ചെയ്യുന്നു. ഹല്ലേലൂയ. അടുത്തത് prayer is the fragrance. പ്രാർത്ഥന ഒരു സുഗന്ധമാണ്. പ്രാർത്ഥന ഒരു സുഗന്ധമാണ്. Prayer is a fragrance. 141-ാം സങ്കീർത്തനം ഒന്ന് വായിച്ച് സഹായിക്കാമോ? 2-ാമത്തെ വാക്യം 141-ാം സങ്കീർത്തനം, Psalms 141 verse 2. പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. ഒന്നുകൂടെ വായിക്കാമോ സിസ്റ്റർ? ഒരു പ്രാവശ്യം കൂടെ. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ഒരു ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. പ്രൈസ് ഗോഡ്. പ്രാർത്ഥന ഒരു ധൂപമാക്കി
കേൾക്കുന്നവർ ഇന്ന് രാത്രി ഒരു ആമേൻ പറഞ്ഞാട്ട്. A true prayer envelops all that is in the breath of heaven. ഒന്നുകൂടെ പറയാം. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം സ്വർഗത്തിലോട്ട് ആമേൻ കയറി ചെന്ന് ഒരു ധൂപമായി മാറുകയാണ്. ഒന്നും കൂടെ പറയാം. രഖമാശംഭു. ഈ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നവര് ഉപവാസം കഴിഞ്ഞെഴുന്നേൽക്കുമ്പം അവരുടെ മുഖത്ത് ക്ഷീണം കാണത്തില്ല. അവരെ കാണുമ്പോഴേ പറയും ഇവര് ദൈവ സാന്നിധ്യത്തിൽ നിന്നാ വരുന്നത്. ആണോ അല്ലയോ? ഇത് ഉപവസിച്ചാലേ അറിയത്തുള്ളൂ. ഉപവസിക്കുന്നവർക്കേ ഞാൻ ഈ പറയുന്നത് മനസ്സിലാകും. 40 ദിവസം മോശ അമേൻ പർവ്വതത്തിന് മുകളിൽ കർത്താവിന് കൂടെ ആയിരുന്നേ. മോശ കർത്താവിന് കൂടെ ആയിരുന്നു. 3 മിനിറ്റ് കൂടെ ഉള്ളൂ എനിക്ക്. 40 ദിവസം മോശ കർത്താവിന് കൂടെ ആയിരുന്നു. ഇറങ്ങി വരുമ്പോൾ താൻ ഇറങ്ങി വരുന്നത് ഭയങ്കര തേജസ്സോടുകൂടിയാണ്. യുനോ, ഏറ്റവും ലക്കി ആയിട്ടുള്ള മനുഷ്യ യോശുവ ആയിരുന്നു. ഈ യോശുവയുടെ പ്രസംഗം ഒരു ഭയങ്കര വിഷയമാണ്. പുള്ളിക്കാരൻ ഈ പുറകിന് നടന്ന് ശുശ്രൂഷ പഠിച്ചത് ഭയങ്കര രീതിയാണ്. ആദ്യം കാണുന്നത് യോശുവയാണ്. യോശുവ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോ പിന്നെ പറയുന്നത് ആർക്കും അവന്റെ മുഖം നോക്കുവാൻ കഴിയാത്ത പോലെ ദൈവ തേജസ് കൊണ്ട് അവൻ നിറഞ്ഞു. ഇനി ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിക്കാമോ? മോശയുടെ മേൽ ഉദിച്ച തേജസ്, ഇറ്റ് വാസ് എ ഫെയ്ഡിങ് ഗ്ലോറി. ആ തേജസ് ഓരോ ദിവസം കഴിയുന്നവർ കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഹലോ, എൻ്റെ ഉണ്ടോ നിങ്ങള്? ഈ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ഒരു മേജർ പ്രത്യേകത, പഴയ നിയമത്തിലും പരിശുദ്ധാത്മാവുണ്ട്, പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവുണ്ട്. പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവ് പ്രവൃത്തി ചെയ്യുവാൻ വന്നു, പ്രവൃത്തി കഴിഞ്ഞാൽ പോകും. എൻ്റെ ഉണ്ടോ നിങ്ങൾ? പ്രവൃത്തി ചെയ്യാൻ വരും, പ്രവൃത്തി കഴിഞ്ഞാൽ പോകും. ഇനി പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത, ഒരിക്കൽ വന്നാൽ he rest in us, അവൻ നമ്മളിൽ വസിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാർ ശ്രദ്ധിച്ചേ, മോശയുടെ മേൽ വെളിപ്പെട്ട തേജസ്, ഇറ്റ് വാസ് എ ഫെയ്ഡിങ് ഗ്ലോറി. നിങ്ങൾ പിന്നെ ബൈബിൾ വായിച്ചാൽ പിന്നെ എവിടെയും പറഞ്ഞിട്ടില്ല ആൾക്കാർക്ക് അവനെ കാണാൻ പറ്റിയില്ലെന്ന്. ആ വരുന്ന വരവിലേ ഉള്ളായിരുന്നു. കാരണം ഇറ്റ് വാസ് എ ഫെയ്ഡിങ് ഗ്ലോറി. ബട്ട് ഇന്ന് രാത്രിക്കാലം ദൈവസഭയെ നോക്കി ഞാൻ ആത്മാവിൽ പറയുന്നു, എന്റെ മേലും നിങ്ങളുടെ മേലും വ്യാപരിക്കുന്ന ദൈവത്തിന്റെ തേജസ് ഫെയ്ഡിങ് ഗ്ലോറി അല്ല. ഇറ്റ് ഈസ് എ ഗ്ലോറി വിച്ച് ഈസ് സ്റ്റേബിൾ. അത് നിലനിൽക്കുന്ന തേജസ്സാണ്. കേൾക്കുന്നവര് ഇന്ന് രാത്രി ആമേൻ പറഞ്ഞു തുടങ്ങിയാട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം പറയുന്നു, the glory what you carry matters to God and for the society. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ബ്ലെസ്സനെയല്ല കാത്തിരിക്കുന്നത്, ബ്ലെസ്സൻ ക്യാരി ചെയ്യുന്ന ദൈവത്തിന്റെ ഫ്രാഗ്നൻസിനെ നോക്കിയിരിക്കുന്ന ഒരു സൊസൈറ്റി. ഞാനൊന്നും കൂടെ പറയാം. സ്തോത്രം. പൗലോസ് പറഞ്ഞ ഒരു വാക്ക്, മാസിഡോണിയ ഈസ് കോളിംഗ്. അത് മിഷൻ ചലഞ്ചിന്റെ ഒരു പ്രസംഗമാണ്. മാസിഡോണിയ ഈസ് കോളിംഗ്. കരഞ്ഞു ഊപ്പാട് വരുന്ന ഒരു പ്രസംഗമാണ്. മാസിഡോണിയൻ നിന്നെ വിളിക്കുന്നു. There is a heavy call from Macedonia. എന്താ മാസിഡോണിയ വിളിക്കുന്നത്? കാരണം ഞാൻ പറയാം, സിമ്പിളാ. സ്തോത്രം. പൗലോസിന്റെ സ്തോത്രം ഫിലോസഫി കേൾക്കാനല്ല, രക്ഷിക്കപ്പെടുവാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനം ആത്മാവിനെ ക്യാരി ചെയ്യുന്ന പൗലോസിനെ കാത്തിരിക്കുന്നു. എന്താ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, the fragrance of prayer, what he carries is what people is looking for. നീ ചുമക്കുന്ന പ്രാർത്ഥനയുടെ, come on, കഴിഞ്ഞ ദിവസം തലമുടി വെട്ടിക്കാൻ കടയിൽ പോയി. ഇതൊക്കെ ജീവിതത്തിന്റെ പ്രാക്ടിക്കൽ ഉദാഹരണങ്ങളാ കേട്ടോ. തലമുടി വെട്ടിക്കൊണ്ടിരുന്ന പേരോട് ചോദിച്ചു, എന്തുവാ താങ്കൾ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാ. എടുത്ത വായിൽ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഞങ്ങൾക്കും കൂടി പ്രാർത്ഥിക്കണമെന്ന്. സ്വത്രം. ഇന്ന് രാത്രി എത്ര പേര് കേട്ടെന്ന് അറിയത്തില്ല. ഞങ്ങൾക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ചിന്തിക്കുന്ന പാസ്റ്റർ എന്ന് പറഞ്ഞ ഉടനെ പ്രാർത്ഥിക്കുന്നവരാണെന്നാ ചിന്തിക്കുന്നത്. ഹലോ, എന്നെയും നിങ്ങളെ നോക്കി നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും പുറപ്പെടുന്ന ഫ്രാഗ്നൻസ് ഉണ്ടല്ലോ, അത് പ്രാർത്ഥനയുടെ ഫ്രാഗ്നൻസ്. ഈവൻ ഹിന്ദുസ് ആർ വെയിറ്റിംഗ്, മുസ്ലിംസ് ആർ വെയിറ്റിംഗ്, മാസിഡോണിയ is waiting, Africa is waiting, North India is waiting, the people of God is waiting. ആർക്ക് വേണ്ടിയാ സുഹൃത്തേ?
ഇന്ന് രാത്രി ഞാനും നീയും സുഖത്തോടെ ഇതിന്റെ അകത്തിരിക്കുമ്പോൾ എന്റെയും നിന്റെയും ചുറ്റുപാട് എത്ര പേര് മരിച്ചു മണ്ണടയുന്നു. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, you carry the prayer fragrance so that you can bring people close to Christ. ക്രിസ്തുവിലേക്ക് ചിലരെ കൊണ്ടുവരുവാൻ പ്രാർത്ഥന എന്ന ഒരു ഫ്രാഗ്നൻസ് നിന്നിൽ നിന്ന് ഇന്ന് രാത്രി പുറപ്പെടട്ടെ. സഭയോട് ഞാൻ ആത്മാവിൽ പറയുന്നു, what is prayer? Prayer is a fragrance that you attract the people of God. കാശ് കൊടുത്ത് പെർഫ്യൂം മേടിച്ചാൽ, സ്തോത്രം, എനിക്ക് എത്ര പ്രാവശ്യം ഞാൻ പെർഫ്യൂം അങ്ങനെ മേടിക്കാറില്ല, എല്ലാം ഗിഫ്റ്റാ, ഞാനേ ഗിഫ്റ്റാ, കിട്ടുന്നതെല്ലാം ഗിഫ്റ്റാ. ഈ പെർഫ്യൂം ഒക്കെ ഏറ്റവും ബെസ്റ്റ്, ഞങ്ങൾ ഈ പാസ്റ്റർമാർക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫ്യൂമേ തരത്തുള്ളൂ. തരുമ്പം ഈ അടുത്ത് സ്പ്രേ അടിക്കുമ്പം ആൾക്കാർ ഏത് ബ്രാൻഡാ, അറിയാവുന്ന പോലെ തോന്നി, ഏത് ബ്രാൻഡാ, എന്താ കാര്യം? ഹലോ ബ്ലെസ്സഡ്, നീ അടിച്ചത് കൊണ്ടല്ല, നിന്റെ ശരീരത്തെ മണമുള്ളത് കൊണ്ട് മണത്തിന്റെ ബ്രാൻഡാ ചോദിക്കുന്നത്. നിങ്ങൾ എൻ്റെ ഉണ്ടോ? ഇതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാ. when you pray people are craving for you. come on നീ പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ നിനക്ക് വേണ്ടി കൊതിക്കുക. എന്താ കാര്യം? ബിക്കോസ് നിന്റെ അകത്തു നിന്ന് പുറപ്പെടുന്ന ഫ്രാഗ്നൻസ് people needed. ഇന്ന് രാത്രി എത്ര പേര് പറയാൻ തയ്യാറുണ്ട്, God take me, let me be your fragrance. ഞാൻ നിന്റെ ഒരു ഫ്രാഗ്നൻസ് ആയി മാറട്ടെ എന്ന് രാത്രികാലം പ്രാർത്ഥിക്കാം. അവസാനത്തെ വിഷയം ഞാൻ പറഞ്ഞു നിർത്തുന്നു, എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയം. prayer is the communication with heaven. പ്രാർത്ഥന സ്വർഗത്തോട് സംസാരിക്കുന്ന ഭാഷയത്രേ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ ആർക്കെങ്കിലും സ്വർഗത്തിനോട് സംസാരിക്കുവാൻ, സ്വർഗത്തിലിരിക്കുന്ന പിതാവിനോട് സംസാരിക്കുവാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒരൊറ്റ ഭാഷയുള്ളൂ. ആ ഭാഷ പ്രാർത്ഥന എന്ന ഭാഷയാണ്. വേറെ ഒരു വഴിയുമില്ല സ്വർഗത്തിലെ ദൈവത്തോട് മിണ്ടാൻ. ഇംഗ്ലീഷ് പറഞ്ഞാലോ അറബി പറഞ്ഞാലും അന്യഭാഷ പറഞ്ഞാലും ഒറ്റ വഴിയേ ഉള്ളൂ, പ്രാർത്ഥിച്ചാലേ സ്വർഗത്തോട് മിണ്ടാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി എൻ്റെ ചോദ്യം ചോദിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഹൗ മെനി ഓഫ് യു ഡു യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹെവൻ? നിങ്ങൾ എത്ര പേര് ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ what is your love? If I measure your love towards God, ദൈവമായിട്ടുള്ള സ്നേഹത്തിനെ ഒന്ന് മെഷർ ചെയ്താൽ, മെഷർ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ സ്കെയിലൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വചനവുമായിട്ടൊന്ന് മെഷർ ചെയ്താൽ, can you check yourself? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നോക്കിയിട്ടൊന്ന് അളക്കാമോ? what is the time frame you pray? ഒരു ദിവസത്തിന്റെ ദശാംശം എന്ന് പറയുന്നത് 2 മണിക്കൂർ 40 മിനിറ്റ് ആണെങ്കിൽ 24 മിനിറ്റെങ്കിലും കുഞ്ഞെ നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? Do you pray for 24 minutes? According to the tithing system, at least 2 hours and 40 minutes you need to pray. അത് പ്രാർത്ഥിച്ചു നിർത്താനല്ല, അതിനേക്കാളും പ്രാർത്ഥിക്കാൻ. ഭക്തന്മാർ പറയുക, ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ യെരൂശലേമിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. What was the meaning? I am communicating to God. ദൈവമായിട്ട് ഞാൻ സംസാരിക്കുക. ഇന്ന് രാത്രിയിൽ ഈ ഫാസ്റ്റിംഗിന്റെ 19ാമത്തെ ദിവസത്തിൽ നിങ്ങളിൽ ആരുടെയെങ്കിലും കമ്മ്യൂണിക്കേഷൻ ദൈവമായിട്ട് മാറിക്കിടപ്പുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയുടെ ആഴത്തിലോട്ട് നിങ്ങൾ കടന്നു വരിക. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ സ്പർശിക്കുന്ന രാത്രിയായി മാറട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. എൻ്റെ മുമ്പിൽ സമയം തീർന്നതുകൊണ്ട് വേഗത്തിൽ ഒരു റീക്യാപ്പ് ചെയ്യാമോ? വാട്ട് ഈസ് പ്രയർ? കാരണം ഇതെന്തിനാ പറഞ്ഞെന്നറിയാമോ? ഇത് മനസ്സിലായാൽ പ്രാർത്ഥനയുടെ ആഴത്തിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. നിങ്ങളൊന്ന് പ്രാർത്ഥനയുടെ ആഴത്തിൽ കയറ്റാൻ വേണ്ടിയാ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. വാട്ട് ഈസ് പ്രയർ? പ്രയർ is an invitation to God. What is prayer? Prayer is like work. What is prayer? Prayer is a battle. What is prayer? Prayer is power. What is prayer? Prayer is a developer. What is prayer? Prayer is a fragrance. What is prayer? Prayer is the communication with heaven. ഇന്ന് രാത്രികാലം ഈ പ്രാർത്ഥനയുടെ ആഴത്തിലോട്ട് കയറുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദയവായി നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? നിങ്ങൾ ഒരു വാക്കിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു. നിങ്ങളിൽ സമ്പന്നന്മാരാരുമായില്ലെങ്കിലും ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവര് നിങ്ങൾക്കാകുവാൻ കഴിഞ്ഞാൽ അതത്രേ നിങ്ങളുടെ ജയം. നിങ്ങൾക്കറിയാമോ, യേശുവിന്റെ ടീമിൽ 3 പേരുണ്ടായിരുന്നു. യേശുവിന്റെ ടീമിൽ പ്രധാനപ്പെട്ട 3 പേര് ടീമിൽ ഉണ്ടായിരുന്നു. ആ 3 പേരുടെ പേര് ഞാനൊന്ന് പറയാൻ പോകുകയാണ്. ഒന്ന് പത്രോസ്, ഒന്ന് യോഹന്നാൻ, ഒന്ന് യാക്കോബ്.
3 പേരും പ്രധാനപ്പെട്ട 3 അസൈൻമെന്റ് ചെയ്യാനുള്ളവരായിരുന്നു. പത്രോസിന്റെ ജോലി സഭയുടെ ആരംഭമായിരുന്നു. യോഹന്നാന്റെ ജോലി വെളിപ്പാട് കൈമാറാൻ വേണ്ടിയാ. പക്ഷെ നിങ്ങളിൽ എത്ര പേർക്കറിയാം യാക്കോബിന്റെ തൊഴിൽ? യാക്കോബിനെ പറ്റി ചരിത്രം പറയുന്നത് ദ മാൻ ഹു ഹാഡ് ദ കാമൽ നീ, ഒട്ടകത്തിന്റെ കാലുള്ളവനെന്നാ തന്നെ അറിയപ്പെട്ടത്. എന്താ കാര്യം? പ്രാർത്ഥിക്കുന്നവനായിരുന്നു. യേശുവിന്റെ ടീമിന്റെ അകത്ത് വെളിപ്പാട് കാണുന്നവർ മാത്രമല്ല സുഹൃത്തെ, യേശുവിന്റെ ടീമിന്റെ അകത്ത് സഭ പണിയുന്നവർ മാത്രമല്ല, യേശുവിന്റെ ടീമിന്റെ അകത്ത് പ്രാർത്ഥിക്കുന്നവരും ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവർ എത്ര പേര് സമർപ്പിക്കും? എന്നെ കൊണ്ടൊന്നും പറ്റിയില്ലെങ്കിലും ഞാൻ പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനായി തീരും, പ്രാർത്ഥിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേര് തീരുമാനമെടുക്കുവാൻ തയ്യാറുണ്ട്? ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ പരാജയപ്പെട്ടവരുണ്ടെങ്കിൽ ഞാൻ 1 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഇഫ് യു ആർ വീക്ക് ഇൻ പ്രേയർ ഓർ ഇഫ് യു ആർ എ ഫെയില്യൂർ ഇൻ പ്രേയർ, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. പ്രാർത്ഥനയിൽ പരാജയപ്പെട്ടവരുണ്ടെങ്കിൽ ബി ട്രൂ ടു ഗോഡ്, ദൈവസന്നിധിയിൽ ഒന്ന് സത്യമായിട്ട് റെസ്പോണ്ട് ചെയ്തേ. പ്രാർത്ഥനയിൽ പരാജയപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, പ്രാർത്ഥനയിൽ കർത്താവ് നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല. പ്രാർത്ഥനയിൽ തോറ്റിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ കരങ്ങളെ ഉയർത്തി, കർത്താവെ കരങ്ങളെ ഉയർത്തിയ മിക്ക കരങ്ങളെ ഞാൻ കാണുന്ന യേശു അപ്പച്ച ഇന്ന് രാത്രി ഇവരെ തൊടണമേ, ഇന്ന് രാത്രിയിൽ ഇവരെ ആളും മാറിയവരാക്കി മാറ്റണമേ. രണ്ടാമത്തെ വിഷയം ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. എനിക്ക് പ്രാർത്ഥിക്കുവാൻ ഒരു സ്തോത്രം മനസ്സുള്ള ആളാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്. പക്ഷെ എനിക്കറിയാം പോരാ, എനിക്ക് ഇനിയും പ്രാർത്ഥിക്കണം. പാസ്റ്റർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ള നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയേ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, പ്രാർത്ഥിച്ച് കൊതി തീരാത്ത ഈ കരങ്ങൾക്കായി സ്തോത്രം. പ്രാർത്ഥനയുടെ ആഴങ്ങളിലോട്ട് ആത്മാവ് അവരെ കരം പിടിച്ചിറക്കുവാൻ ഞാൻ ഇന്ന് രാത്രിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരു വാക്കിൽ കൂടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ദി ലാസ്റ്റ് ടോപ്പിക് പ്രാർത്ഥിക്കാൻ പോകുന്നു. എനിക്കറിയാം എന്റെ വിളി പ്രാർത്ഥനയുടെ വിളിയാണ്. ഐ നോ ദ മിനിസ്ട്രി വാട്ട് ഐ ഹാവ് ഈസ് എ പ്രേയിങ് മിനിസ്ട്രി. ഒരു പക്ഷെ നിങ്ങളെ ലോകം അറിയുന്നില്ലാകാം, ലോകത്തിൽ ആരെയും നിങ്ങളെ കാണുന്നില്ലാകാം. ഇന്ന് രാത്രിയിൽ ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു ടെസ്റ്റിമണി ഉണ്ട്. ഞാൻ ഇന്ന് രാത്രി ഈ വചനം പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഈ പ്രസംഗത്തിന് പിൻപിൽ ഒരു അമ്മയുടെ കണ്ണുനീരുണ്ട്, ഒരമ്മയുടെ പ്രാർത്ഥനയുണ്ട്. എൻ്റെ കൊച്ചിലെ ഭയങ്കര കുസൃതിയുള്ള ആളായിരുന്നു ഞാൻ. ഞാൻ രാത്രിയിൽ ഉറങ്ങുമ്പോൾ, എൻ്റെ കുസൃതിയൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ഞാൻ കട്ടിലിൽ ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മ ഓടി വന്നിട്ട് ഞാൻ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ കാലിൻ്റെ പാദത്തെങ്കിലിരുന്ന് കണ്ണുനീര് എൻ്റെ കാലിൽ വീണിട്ടുണ്ട്. ആ കണ്ണുനീരിന്റെ കാല വചനം പ്രസംഗിക്കാൻ നിന്നിട്ടുള്ളത്. ഇന്ന് രാത്രിയിൽ എൻ്റെ അമ്മയുടെ കോൾ പ്രാർത്ഥനയുടെ കോളാ. ഇന്ന് രാത്രി നിങ്ങളിൽ ചിലര് പ്രാർത്ഥനയുടെ വിളിയുള്ളവരുണ്ട്. ഇന്ന് രാത്രിയിൽ നിങ്ങളെ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യാമോ? ഗോഡ്, thank you that you have called me for the ministry of prayer. നിങ്ങൾക്കറിയാമോ, that is the best ministry and that is the toughest ministry. ഏറ്റവും മഹത്വമുള്ള ശുശ്രൂഷ പ്രാർത്ഥനയുടെ ശുശ്രൂഷയാണ്, ഏറ്റവും പ്രയാസമുള്ള തൊഴിലും പ്രാർത്ഥനയാണ്. പക്ഷെ എനിക്കറിയാം എൻ്റെ വിളി പ്രാർത്ഥനയുടെ വിളിയാ. ഞാൻ ആ ശുശ്രൂഷയ്ക്കായി എന്നെ സമർപ്പിക്കുന്നുവെന്ന് പറയുന്നവർ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ടെ. Let this dedication be the dedication towards God. ഇത് മനുഷ്യനെ കാണിക്കാനല്ല, ദൈവത്തെ കാണിക്കാൻ. കർത്താവേ, കരങ്ങളെ ഉയർത്തിയ മക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു അപ്പച്ച, ഈ 2 ദിവസത്തെ ശുശ്രൂഷയല്ല, ഈ 19 ദിവസത്തെ ശുശ്രൂഷ അങ്ങ് ഞങ്ങളെ പറ്റി ആഗ്രഹിച്ചത് ഇന്ന് രാത്രി ഇവരിലൂടെ ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം. ഈ ജനത്തെ ഇന്ന് രാത്രി ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വത്തോട് ഞങ്ങളെ ഒരുമിച്ച് നിർത്തണം, വരവിനായി ഒരുക്കണം. ഈ സഭയെ മേൽക്കുമേൽ ശക്തിയോടെ കൃപയോടെ അങ്ങ് വർദ്ധിപ്പിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. താങ്ക് യു ദേവദാസനെ ഈ സമയം നൽകി തരികയും ഇപ്രകാരം ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയും ചെയ്തതിന് വിശേഷമായിട്ടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങളെ മോർക്കുക. കർത്താവിന്റെ വേലയിൽ ഒരുമിച്ച് കൈകോർക്കാം. ഈ അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് ഇറങ്ങാം, ദൈവരാജ്യം പണിയാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് മീ. എന്നെ സഹിച്ചതിനും നന്ദി. God bless you and I love you all. Let's keep us together in prayer. God bless you. Have a blessed night. Over to you. ഞങ്ങളുടെ മധ്യ കടന്നു വന്ന് ഈ 2 ദിവസങ്ങളിൽ ഞങ്ങളെ വളരെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഹൈദരാബാദ് ബിരിയാണി അത് ഞങ്ങൾക്ക് വളരെ നന്നായി സേവ് ചെയ്തതിന് പ്രിയ ദേവദാസന്
വളരെ നന്ദി. വളരെ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഈ ദിനങ്ങളിൽ, വിശേഷാൽ ഈ ലാസ്റ്റ് ദിനങ്ങളിൽ ഞങ്ങളോട് സംസാരിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷകളെ അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, ദൈവജനത്തെ അനുഗ്രഹിക്കട്ടെ. ചെല്ലുന്ന എല്ലാ മേഖലകളിലും ദൈവദാസനെ ഒരു അനുഗ്രഹമാക്കി നിർത്തട്ടെ. സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹൈദരാബാദിൽ കടന്നു വരണം. ഞാൻ ഇപ്പോഴേ ക്ഷണിക്കുന്നു. അതിനുള്ള അവസരം എത്രയും വേഗം ദൈവം തരട്ടെ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ദൈവം തീർച്ചയായും അനുഗ്രഹിക്കും. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ അടച്ച് നമുക്ക് ഇന്ന് രാത്രി വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാം. എത്ര ശക്തമേറിയ ദൈവിക ആലോചന ഈ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നമ്മൾ കേട്ടു. പ്രാർത്ഥിക്കുവാനുള്ള ശക്തമേറിയ ആഹ്വാനം. ദേവദാസൻ ആ പ്രസംഗം വീണ്ടും ഒരിക്കൽ കൂടെ അയവിറക്കിയതുകൊണ്ട് ഞാൻ ഇത് പറയുന്നില്ല. നിങ്ങൾ പലരും ഇന്ന് തീരുമാനങ്ങളെ പുതുക്കി. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. നന്ദി, നന്ദി, നന്ദി. ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ പ്രാർത്ഥിപ്പാനായി നമുക്ക് ഒരുങ്ങാം. അതിൽ കുറഞ്ഞൊന്നും വേണ്ടെന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന മുഴങ്കാലിൽ ഈ നാളുകളിൽ തഴമ്പ് വരട്ടെ, തഴമ്പ് വരട്ടെ. ദൈവമാതാ നമ്മിലൂടെ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കൂട്ടം ജനം, പ്രാർത്ഥിക്കുന്ന ഒരു വലിയ 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 സഭ ഹൈദരാബാദിൽ നിന്ന് ഉയരട്ടെ. ദൈവം വലിയ ദൈവിക പ്രവൃത്തികളെ ചെയ്യുന്നു. ആമേൻ. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്നൊക്കെ പലര്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് ഏകദേശം 107ഓളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളെ ഓർത്ത് ദൈവത്തോട് സ്തോത്രം പറയുന്നു. ഈ ഒരു ദൂത് കൈമാറാനാ ഇന്ന് സൂമിലേക്ക് ദൈവം നിങ്ങളെ